بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബ് തൗഹീദ് എന്ന ഗ്രന്ഥത്തിൽ അടുത്ത് നമ്മൾ വായിക്കുന്ന ബാബു മൻ ജഹദ ശൈഅൻ മിനൽ അസ്മാഇ വസ്സിഫാതി. മൻ ജഹദ ശൈഅൻ, ആരെങ്കിലും നിഷേധിക്കുകയാണ് അല്ലെങ്കിൽ ഇൻകാർ ചെയ്യുകയാണ്, എതിർക്കുകയാണ്, ഷൈഅൻ മിനൽ അസ്മാഇ വസ്സിഫാത്ത്, അസ്മാകളിൽ നിന്നും നാമങ്ങളിൽ നിന്നും, വസ്സിഫാത്ത് വിശേഷണങ്ങളിൽ നിന്നും എന്തെങ്കിലും ഒന്നിനെ അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും കാര്യത്തെ ഒരാൾ നിഷേധിക്കുകയാണെങ്കിൽ, ഇവിടെ അസ്മാഉ വസ്സിഫാത്തു കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഉൽ ഹുസ്ന ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങളും വസ്സിഫാത്തുൽ ഉലിയ ഏറ്റവും ഉന്നതമായിട്ടുള്ള വിശേഷണങ്ങളെയുമാണ്. കിതാബ് തൗഹീദിൽ ഇങ്ങനെ ഒരു ബാബു കൊടുക്കാനുള്ള കാരണം നമുക്ക് വ്യക്തമായി അറിയാവുന്നതാണ്. തൗഹീദിനെ പണ്ഡിതന്മാർ പ്രധാനമായും രണ്ടിനങ്ങളായി വേർതിരിച്ചിട്ടുണ്ട്. അതിനെ പിന്നീട് മൂന്നിനങ്ങളായിട്ടും വേർതിരിച്ചിട്ടുണ്ട്. തൗഹീദിന്റെ രണ്ടിനങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് തൗഹീദുൽ ഇൽമി അല്ലെങ്കിൽ തൗഹീദുൽ മഅരിഫത്ത് വൽ ഇസ്ബാത്ത് എന്നെല്ലാം പറയുന്നത്, അറിഞ്ഞിരിക്കേണ്ട തൗഹീദ്, അറിവായിട്ടുണ്ടായിരിക്കേണ്ട തൗഹീദ്. രണ്ടാമത്തേത് തൗഹീദുൽ അമലി, തൗഹീദുൽ ഇറാദത്തി വത്തലബ് എന്ന പേരിലൊക്കെ അറിയുന്ന ഒരാൾ കർമ്മം ചെയ്യേണ്ട ഇബാദത്തുമായി ബന്ധപ്പെട്ട തൗഹീദ്. തൗഹീദിനെ ഇങ്ങനെ രണ്ടിനങ്ങളായി വേർതിരിച്ചിട്ടുണ്ട്. ഇതിനെ വേറൊരു രീതിയിൽ വേർതിരിച്ചിട്ടുള്ളത് തൗഹീദുൽ റുബൂബിയ്യ, തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, തൗഹീദുൽ ഉലൂഹിയ്യ എന്നീ പേരുകളിലാണ്. ആദ്യം പറഞ്ഞ രണ്ടെണ്ണവും തൗഹീദുൽ റുബൂബിയ്യയും തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്തും തൗഹീദുൽ ഇൽമിയിൽപ്പെട്ട കാര്യമാണ്. തൗഹീദുൽ ഇൽമിയിൽപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് തൗഹീദുൽ റുബൂബിയ്യത്തും തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്തും. തൗഹീദുൽ അമലിയാണ് തൗഹീദുൽ ഉലൂഹിയ്യ എന്നെല്ലാം പറയുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായി രണ്ടിനമായിട്ടും അതല്ലാതെ മൂന്നിനങ്ങളായിട്ടും പണ്ഡിതന്മാർ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ തൗഹീദിനെ മൂന്നായി വേർതിരിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ട് അടിസ്ഥാനം, പിന്നെ മൂന്നായിട്ട്. അതിൽ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, കിതാബ് തൗഹീദിൽ തൗഹീദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ കിതാബുകളിൽ തൗഹീദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തൗഹീദുൽ ഉലൂഹിയാണ്. പ്രത്യേകിച്ചും അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ധാരാളം ഷിർക്കും ഖുറാഫാത്തും ബിദ്അത്തുകളും കൂടുതലായിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഉലൂഹിയത്തിന്റെ തൗഹീദിലേക്കാണ് അദ്ദേഹം കിതാബുകൾ ക്രോഡീകരിച്ചതൊക്കെ. നബിമാർ നിയോഗിച്ചതും പ്രധാനമായും ക്ഷണിക്കുന്നത് തൗഹീദുൽ ഉലൂഹിയയിലേക്കാണ്. പക്ഷേ തൗഹീദുൽ റുബൂബിയ്യ, തൗഹീദ് അസ്മാ വസ്സിഫാത്ത് നബിമാർ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ തൗഹീദിന്റെ ഭാഗമാണ് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. എന്താണ് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത് എന്ന് പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമായിട്ടുള്ള നാമങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രം യോജിക്കുന്ന രീതിയിലുള്ള വിശേഷണങ്ങളുണ്ട്. അത് ഖുർആനിലും ഹദീസിലും വന്നതുപോലെ, അഥവാ തൗഖീഫി എന്ന് പറയും. ഒരു കാര്യം ഖുർആനിലും ഹദീസിലും വന്ന പോലെ മാത്രം മനസ്സിലാക്കുന്നതിന് തൗഖീഫി എന്ന് പറയും. ഇപ്പൊ ഇബാദത്ത് അത് തൗഖീഫിയാണ്. ഖുർആനിലും ഹദീസിലും വന്നതല്ലാത്ത ഒരു ഇബാദത്ത് ഒരാൾക്ക് ചെയ്യാൻ പറ്റൂല. അതുപോലെ ഖുർആനിലും ഹദീസിലും വന്നതല്ലാത്ത ഒരു പേര് അള്ളാഹുവിനുണ്ട് എന്നൊരാൾക്ക് പറയാനോ വിശ്വസിക്കാനോ പാടില്ല. അതുപോലെ ഒരു വിശേഷണം അള്ളാഹുവിനുണ്ട് എന്നൊരാൾക്ക് വാദിക്കാനോ വിശ്വസിക്കാനോ പാടില്ല. തൗഖീഫി ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഖുർആനിലും ഹദീസിലും, അഥവാ അള്ളാഹുവിന്റെ കലാമായ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും വന്നിട്ടുള്ള അള്ളാഹുവിന്റെ നാമങ്ങൾ, അതുപോലെ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, അത് അള്ളാഹുവിന് മാത്രം യോജിച്ചതാണ്. അള്ളാഹുവിന് അത് യോജിക്കുന്നത് പോലെ വേറൊരാൾക്കും ഉണ്ടാവുകയില്ല എന്ന് വിശ്വസിക്കുക. ആ നാമങ്ങളെ അംഗീകരിക്കണം, അത് വിശ്വസിക്കണം. അതിനെതിരായിട്ടുള്ള കാര്യങ്ങളെ നിഷേധിക്കുകയും വേണം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഹയ്യാണ്, എന്നെന്നും ജീവിക്കുന്നവനാണ്. അങ്ങനെ ഒരു നാമം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഹയാത്ത് എന്നുള്ള വിശേഷണം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെതിരായിട്ടുള്ള കാര്യം അള്ളാഹുവിന് ഉണ്ടാകില്ല എന്നുകൂടി വിശ്വസിക്കണം.
ഹയ്യിന്റെ എതിരെന്താണ്? മൗത്താണ്. അള്ളാഹുവിന് മരണമില്ല. അതിൽ അഹുൽ മൗത്ത് ആയിട്ടുള്ള ഉറക്കം അത് അള്ളാഹുവിനില്ല എന്നുള്ള വിശ്വാസം കൂടി ഉണ്ടാകണം. അസ്മാഉ സിഫാത്തിലെ കാര്യങ്ങൾ ധാരാളമായ ആഴത്തിൽ പഠിക്കേണ്ട മറ്റൊരു ബാബാണ്. ഇവിടെ ഈ കിതാബ് തൗഹീദിൽ ഈ ബാബ് കൊടുക്കാനുള്ള കാരണം, ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും ഒരു നാമത്തെയോ അല്ലെങ്കിൽ വിശേഷണത്തെയോ, ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടിട്ടുള്ള നാമത്തെയോ വിശേഷണത്തെയോ അതിനെ നിഷേധിക്കുക, അത് അള്ളാഹുവിന് ഇല്ല എന്ന് പറയുക, അല്ലെങ്കിൽ അതിനെ മാറ്റത്തിരുത്തലുകൾ ഉണ്ടാക്കുക, അത് ശിർക്കിൽപ്പെട്ടതാണ് എന്നറിയിക്കാനാണ്. പ്രത്യേകിച്ചും അള്ളാഹുവിന്റെ നാമങ്ങളെയും വിശേഷണങ്ങളെയും വിശ്വസിക്കേണ്ടത് 4 കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് എന്നുള്ളത് നാം പഠിച്ചിട്ടുണ്ടാകും. ഒന്ന്, തഹ്രീഫ് ഇല്ലാതെ. തഹ്രീഫ് എന്ന് പറഞ്ഞാൽ ആ നാമങ്ങളെയോ അതുപോലെ വിശേഷണങ്ങളെയോ മാറ്റത്തിരുത്ത്, അതിന്റെ ഹർഫുകൾ മാറ്റിയിട്ട് അതിന്റെ വേറെ ഒരർത്ഥം കൊടുക്കുക, അങ്ങനെ ചെയ്യാൻ പാടില്ല. തഅ്തീൽ ഉണ്ടാകാൻ പാടില്ല. തഅ്തീൽ എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പാടില്ല. തഹ്രീഫ് എന്ന് പറഞ്ഞാൽ ഹർഫുകൾ മാറ്റിയിട്ട് അർത്ഥത്തെ മാറ്റി പറയാൻ പാടില്ല. തഅ്തീൽ എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പാടില്ല. 3, തകീഫ്, എങ്ങനെ എന്ന് ചോദിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ ഒരു വിശേഷണം, അള്ളാഹുവിന്റെ യദ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഐന്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വജ്ഹ്, ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കരം, അള്ളാഹുവിന്റെ മുഖം എന്നിപോലെയുള്ള വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ അതെങ്ങനെയെന്ന് ചോദിക്കുകയോ അതിനെ വ്യാഖ്യാനിക്കുകയോ ചെയ്യാൻ പാടില്ല. 4-മത്തേത് തംസീൽ ഉണ്ടാകാൻ പാടില്ല. തംസീൽ എന്ന് പറഞ്ഞാൽ ഉപമ, അതിൽപ്പെട്ടത് തന്നെയാണ് തശ്ബീഹ് എന്നുള്ളതും. ഉപമ പറയുക അല്ലെങ്കിൽ സാമ്യപ്പെടുത്തി പറയുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഏതെങ്കിലും വിശേഷണത്തെ പറയുകയാണ്, അത് ഇന്ന ജീവിയെ പോലെയാണ്, മനുഷ്യനെ പോലെയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മൃഗത്തെ പോലെയാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോലത്തിലാണ് എന്ന് നിലക്ക് പറയുന്നത്. ഈ 4 കാര്യങ്ങൾ ഇല്ലാതെ വേണം അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തുകൾ വിശ്വസിക്കാൻ വേണ്ടി. തഹ്രീഫ് ഉണ്ടാകാൻ പാടില്ല, തഅ്തീൽ ഉണ്ടാകാൻ പാടില്ല, തകീഫ് ഉണ്ടാകാൻ പാടില്ല, തംസീൽ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഇതിലേതെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ, ഇതിൽ ധാരാളം ആളുകൾ, ഇപ്പോൾ ജഹ്മിയാക്കൾ, മുഅ്തസിലിയാക്കൾ പോലെയുള്ളവർ, ജഹ്മിയാക്കൾ അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ, അല്ലെങ്കിൽ മുഅ്തസിലിയാക്കൾ വിശേഷണങ്ങളെ നിഷേധിച്ചു, ജഹ്മിയാക്കൾ പിന്നീട് നാമങ്ങളെ, അവർ പലരെയും നിഷേധിച്ചു, ഇതൊന്നും ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവർ വലിയ ബിദ്അത്തിലേക്കും മുക്കഫറായിട്ടുള്ള കുഫറാകുന്ന ബിദ്അത്തിന്റെ വാദങ്ങളിലേക്ക് അവർ എത്തിച്ചേരുകയുണ്ടായി, തഅ്തീലിലേക്കുമെല്ലാം എത്തിച്ചേരുകയുണ്ടായി. അപ്പോൾ ഒരാളുടെ തൗഹീദ് പൂർണ്ണമാകണമെങ്കിൽ, അല്ലെങ്കിൽ തൗഹീദ് ശരിയാകണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. റുബൂബിയത്ത് അവന്റെ ശരിയായിരിക്കണം. അള്ളാഹുവാണ് സൃഷ്ടിപ്പ് നടത്തിയവൻ, അള്ളാഹുവാണ് ഉപജീവനം നൽകുന്നവൻ, കാര്യങ്ങളുടെ നിയന്ത്രണം അള്ളാഹുവിന്റെ കയ്യിലാണ്, ആ തരത്തിലുള്ള വിശ്വാസം ശരിയായിരിക്കണം. 2, അസ്മാഉ സിഫാത്തുകൾ, അള്ളാഹുവിന്റെ നാമങ്ങൾ അത് അള്ളാഹുവിന് മാത്രം യോജിച്ച രീതിയിലുള്ളതാണ് എന്നുള്ള വിശ്വാസം ഈ പറഞ്ഞ 4 കാര്യങ്ങൾ ഇല്ലാതെ വിശ്വസിച്ചിരിക്കണം. 3, തൗഹീദുൽ ഉലൂഹിയ്യ, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, എങ്കിലേ ഒരാളുടെ തൗഹീദ് ശരിയാവുകയുള്ളൂ. അതാണ് ഈ ബാബ് കിതാബ് തൗഹീദിൽ കൊടുക്കാനുള്ള കാരണം. തൗഹീദിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണെന്ത്? അൽ അസ്മാഉ വസ്സിഫാത്ത്. അടുത്ത ഈ ബാബിലെ കൊടുത്തിട്ടുള്ള ആയത്തുകളാണ്. ആദ്യത്തെ ആയത്ത് സൂറത്തു റഅദിലെ 30-ാമത്തെ ആയത്താണ്. വഖൗലില്ലാഹി തആല വഹും യക്ഫുറൂന ബിർറഹ്മാൻ, അവർ മുശ്രിക്കീങ്ങളെ പറ്റി പറയുകയാണ്, അവർ റഹ്മാനിനെ അവർ കുഫർ കാണിക്കുന്നു, റഹ്മാൻ എന്നുള്ളതിനെ അവർ നിഷേധിക്കുന്നു. ഖുൽ ഹുവ റബ്ബി, നബിയെ പറയുക, ഹുവ റബ്ബി, അതെന്റെ റബ്ബാണ്, ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതൊരു ഇലാഹില്ല, അലൈഹി തവക്കൽതു, അവന്റെ മേലാണ് ഞാൻ ബരമേൽപ്പിക്കുന്നത്, വ ഇലൈഹി മതാബ്, അവനിലേക്കാണ് മടക്കപ്പെടുന്നത് എന്നുള്ളത്. ഈ ഒരായത്തിൽ നമുക്കറിയാം വഹും യക്ഫുറൂന ബിർറഹ്മാൻ. വഹും എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിട്ടുള്ളത് മുശ്രിക്കി ഖുറൈശികളിൽപ്പെട്ട മുശ്രിക്കീങ്ങളെയാണ് ഇവിടെ പറയുന്നത്. അഥവാ മുശ്രിക്കീങ്ങളായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്ത് ആരംഭിക്കുന്ന കാലത്തുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർ എന്ത് ചെയ്തിരുന്നു? റഹ്മാൻ എന്നുള്ള അള്ളാഹുവിന്റെ നാമത്തെ അവർ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല, അതവർ നിഷേധിച്ചിരുന്നു. അവർ ഒരിക്കലും അല്ലാഹു തആല റഹ്മാനാണ് എന്ന് അംഗീകരിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. ഈ ആയത്തിന്റെ ഒരു ഇറങ്ങിയ സാഹചര്യവുമായിട്ട് തഫ്സീറുകളിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാ റഹ്മാൻ യാ റഹീം എന്നുള്ള ദുആ ചെയ്യുന്നത് കേട്ട ചില മുശ്രിക്കീങ്ങൾ പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒറ്റ ഇലാഹുള്ളൂ എന്നല്ലേ, ഇപ്പൊ അത് 2 ആളെ വിളിച്ചിട്ടാണല്ലോ പ്രാർത്ഥിക്കുന്നത് എന്ന നിലക്ക് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് റഹ്മാൻ എന്നുള്ള അള്ളാഹുവിന്റെ നാമത്തെ അവർ അംഗീകരിച്ചിട്ടേ ഇല്ല. എന്താണ് റഹ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റഹ്മത്തിന്റെ ഏറ്റവും വിശാലമായ റഹ്മത്തുള്ളവൻ എന്നാണ് റഹ്മാൻ എന്നുള്ളതിന്റെ അർത്ഥം. റഹീം എന്ന് പറഞ്ഞാൽ കാരുണ്യം ചൊരിയുന്നവൻ എന്നുള്ളതാണ്.
അപ്പൊ റഹ്മാൻ എന്നുള്ളത് അറബി ഭാഷയിൽ ഫഅലാൻ എന്നുള്ള വസ്ന് കൊണ്ട് തന്നെ ഏറ്റവും വിശാലമായ റഹ്മത്തുള്ളവൻ എന്നാണ്. അതിനപ്പുറത്തേക്ക് കാരുണ്യമുള്ള ഒന്നും തന്നെ ഇല്ല. ആ ഒരു നാമത്തെ മക്കയിലെ മുശ്രിക്കീങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞു മക്കയിലെ മുശ്രിക്കീങ്ങൾ നിഷേധിച്ച ഒരേ ഒരു നാമം അർ റഹ്മാൻ എന്നുള്ളതാണ്. ബാക്കിയുള്ള നാമങ്ങൾ അവർ അംഗീകരിച്ചിട്ടുണ്ട്. അള്ളാഹു ഖാലിഖാണെന്നവർ പറയും, അള്ളാഹു ഖദീറാണെന്നവർ പറയും, അള്ളാഹു ബസീറാണ്, സമീആണ്, അതൊക്കെ അവർ അംഗീകരിച്ചിട്ടുണ്ടാകും. പക്ഷെ റഹ്മാൻ എന്നുള്ളത് അവർ അംഗീകരിക്കുമായിരുന്നില്ല. അതിന്റെ ഒരു സാഹചര്യം വരുന്നുണ്ട്, എന്നാലും ഇപ്പോൾ പറയാം. ഹുദൈബിയ സന്ധിയിൽ വെച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഹുദൈബിയ സന്ധി ഹിജ്റ 6-ാം വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഉംറ നിർവഹിക്കാൻ വേണ്ടി മക്കയിലേക്ക് പുറപ്പെട്ടു. ഹുദൈബിയ എന്നുള്ള സ്ഥലത്ത് വെച്ച് മുശ്രിക്കീങ്ങൾ തടഞ്ഞു. നിങ്ങൾ ഉംറക്ക് പോകാൻ സമ്മതിക്കില്ല, അവർ യുദ്ധത്തിനാണ് വരുന്നത് എന്ന നിലക്ക്. പക്ഷെ പലതരത്തിലുള്ള സംസാരങ്ങൾ നടന്നിട്ടും ഒന്നും അതിനവർ തയ്യാറായില്ല. അവസാനം അവർ ഒരു സന്ധി എഴുതാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ അന്ന് മുശ്രിക്കായിരുന്ന സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മക്കം ഫത്തിൽ പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. അദ്ദേഹമാണ് ഈ സന്ധിയിൽ ഒരു കരാർ എഴുതാൻ വേണ്ടി വന്നത്. അങ്ങനെ ആ കരാറിൽ നിങ്ങൾക്ക് അടുത്ത വർഷം ഉംറ നിർവഹിക്കാം എന്നുള്ള നിലക്ക് അവർ കരാറിലായി. ഉംറത്തുൽ ഖദിയ്യ എന്നുള്ള പേരിലൊക്കെ ആ ഉംറ അറിയപ്പെടുന്നുണ്ട്. ഹുദൈബിയയും ഉംറയായിട്ടാണ് പരിഗണിക്കാറുള്ളത്. കാരണം ഹുദൈബിയയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി ഇഹ്റാമിലായിട്ടാണ് വന്നിട്ടുള്ളത്. ഇഹ്റാം പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനാക്കണം. ഒന്നുകിൽ ഉംറ നിർവഹിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഹദിയ അറക്കണം. അപ്പൊ അവിടെ വെച്ച് മുടി കളഞ്ഞുകൊണ്ട് ഉംറയിൽ നിന്ന് തഹല്ലുലായി അറവ് നടത്തിയിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതും ഉംറയായിട്ട് കൂട്ടാറുണ്ട് പണ്ഡിതന്മാർ, ഉംറത്തുൽ ഹുദൈബിയ എന്നുള്ള പേരിൽ. എന്നാലും അവിടെ നിന്ന് കരാർ എഴുതുകയുണ്ടായി. ആ കരാർ എഴുതുന്ന സമയത്ത് സുഹൈൽ റളിയല്ലാഹു അൻഹു വന്നിട്ടുണ്ട്, അലി റളിയല്ലാഹു അൻഹു ഇവിടെ നിന്ന് എഴുതുന്നുണ്ട്. അങ്ങനെ എഴുതാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫിഅലിയായിട്ടുള്ള സുന്നത്തായിരുന്നു. എന്തെങ്കിലും എഴുതുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാറുണ്ട്? ബസ്മല കൊണ്ട് തുടങ്ങാറുണ്ട്. സംസാരിക്കുന്ന സമയത്ത് ഹംദ് കൊണ്ടും എഴുതുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരംഭിച്ചിരുന്നത്. ചില ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ടെങ്കിലും അതിൽ ദുർബലതകൾ ഉലമാക്കൾ പറയാറുണ്ട്, അങ്ങനെ ചെയ്യാൻ പറഞ്ഞുകൊണ്ടുള്ള ഹദീസുകൾ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നു. ഫിഅലിയായിട്ടുള്ള പ്രവർത്തനം ഉണ്ടായിരുന്നു. ഏതെങ്കിലും രാജാക്കന്മാർക്കോ അല്ലെങ്കിൽ ഉടമ്പടിയോ കരാറോ മറ്റോ എഴുതുന്ന സന്ദർഭത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതാൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനോട് അങ്ങനെ എഴുതാൻ പറഞ്ഞു. അങ്ങനെ എഴുതാൻ വേണ്ടി ഒരുങ്ങിയ സമയത്ത് അത് എഴുതിയപ്പോൾ സുഹൈൽ റളിയല്ലാഹു അൻഹു, അന്ന് മുശ്രിക്കായിരുന്ന സുഹൈൽ ഇബ്നു അംർ പറഞ്ഞു, ഇതെന്താ റഹ്മാൻ, ഇതെന്താണ് റഹ്മാൻ? ഞങ്ങൾക്ക് എന്തറിയില്ല, റഹ്മാനിനെ അറിയില്ല, ഞങ്ങൾക്ക് റഹ്മാൻ ആരാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല, ബിസ്മിക്കല്ലാഹുമ്മ എന്ന് എഴുതിയാൽ മതി. അവർക്ക് അള്ളാഹുവിനെ അറിയാം, അവരുടെ സൃഷ്ടാവാണ് അള്ളാഹു എന്ന് അവർക്കറിയാം, അവർക്ക് ഉപജീവനം നൽകുന്നത് അള്ളാഹു ആണെന്ന് അവർക്കറിയാം, മഴ വർഷിപ്പിക്കുന്നത് അള്ളാഹു ആണെന്നറിയാം. പക്ഷെ റഹ്മാൻ എന്നുള്ള നാമത്തെ അവർക്കറിയില്ല, അതുകൊണ്ട് അത് മാറ്റണം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അലി റളിയല്ലാഹു അൻഹു ഒരു വെറുപ്പുണ്ടായിരുന്നു മാറ്റുന്നതിൽ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ എഴുതിയാൽ മതി എന്ന് പറഞ്ഞ് ബിസ്മിക്കല്ലാഹുമ്മ എന്ന് എഴുതിക്കൊണ്ടാണ് ആ കരാർ എഴുതിയത്. അപ്പോൾ മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് റഹ്മാൻ എന്നുള്ള നാമത്തെ അറിയില്ല. മാത്രമല്ല ശിർക്കിന്റെ എല്ലാ അടിസ്ഥാനവും അടങ്ങുന്നത് ഈ റഹ്മാൻ എന്നുള്ള നാമത്തെ അറിയാത്തതിലാണ് എന്ന് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഷിർക്കിന്റെ ആരംഭം നമ്മൾ കിതാബ് തൗഹീദിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തിലേക്ക് ഷിർക്ക് വന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ സഹീഹുൽ ബുഖാരിയിലെ റിവായത്ത് നമ്മൾ പറയുകയുണ്ടായി. അവർ ആദ്യം പാപങ്ങൾ ചെയ്തു കൂട്ടി, അവസാനം ആ പാപങ്ങൾ ചെയ്തു കൂട്ടി അള്ളാഹു പൊറുക്കില്ല, അള്ളാഹുവിന്റെ റഹ്മത്തിൽ പിശാച് നിരാശയുണ്ടാക്കി. പിന്നീട് അവരുടെ പാപികളായിട്ടുള്ള ഇവരുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ, ഇവർക്ക് അള്ളാഹു തആല പുറത്തു കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അള്ളാഹുവിലേക്ക് അടുക്കാൻ ഇടനിലക്കാരെ വെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ നിലക്ക് അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിരാശപ്പെടുത്തിയിട്ടാണ് ഷിർക്കിന്റെ ആരംഭം തന്നെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ റഹ്മാൻ എന്നുള്ള നാമം മുശ്രിക്കീങ്ങൾ നിഷേധിച്ചു എന്നുള്ളത് എന്തല്ല, അത്ഭുതമുള്ള കാര്യമല്ല. കാരണം റഹ്മാനായ അള്ളാഹുവിനെ മനസ്സിലാക്കിയ, യഥാർത്ഥത്തിൽ ഉൾക്കൊണ്ട ഒരാൾക്ക് എത്ര പാപം അവന് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആ അള്ളാഹുവിലേക്ക് വിളിച്ചു തേടാൻ, അള്ളാഹുവിലേക്ക് മടങ്ങാൻ അവനൊരു മടിയുണ്ടാവില്ല. അപ്പൊ ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വഹും യക്ഫുറൂന ബിർറഹ്മാൻ, അവർ റഹ്മാനിനെ കുഫ്ർ കാണിച്ചു. അവർ ശിർക്ക് ചെയ്യുന്നവരാണ്, അവർ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നിഷേധിക്കുന്നവരാണ്. പക്ഷെ റഹ്മാൻ എന്നുള്ള നാമത്തെ, അള്ളാഹുവിന്റെ നാമത്തെ പ്രത്യേകം അവർ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് റഹ്മാൻ എന്നുള്ളത് എടുത്തു പറഞ്ഞിട്ടുള്ളത്. അതിന് തുടർച്ചയായിട്ട് മറുപടി പറയാൻ പറഞ്ഞ എന്താ? ഖുൽ, നബിയെ പറയുക, ഹുവ റബ്ബി, അതെന്റെ റബ്ബാണ്. റഹ്മാൻ ആരാണ്? എന്റെ റബ്ബാണ്. ലാ ഇലാഹ ഇല്ലാഹു, അഥവാ ലാ മഅബൂദ ബിഹഖ്ഇൻ സിവാഹു,
അവനല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനായിട്ടൊന്നും തന്നെയില്ല, ആരും തന്നെയില്ല. അലൈഹി തവക്കൽതു, അവന്റെ മേലാണ് ഞാൻ ബരമേൽപ്പിക്കുന്നത്. വ ഇലൈഹി മതാബ്, അവനിലേക്കാണ് പശ്ചാത്തപിച്ച് മടങ്ങുന്നതും അവനിലേക്കാണ് മടക്കം എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പൊ റഹ്മാൻ എന്നുള്ള നാമത്തെ നിഷേധിച്ചതുകൊണ്ടാണ് ഈ ഒരു ആയത്ത് ഇവിടെ കൊടുക്കാനുള്ള കാരണം. അപ്പൊ ഏതെങ്കിലും ഒരു നാമത്തെ നിഷേധിക്കുമ്പോൾ തന്നെ അവരെന്താവുകയാണ്? അവർ യക്ഫുറൂൻ, കുഫ്ർ കാണിക്കുന്ന അവസ്ഥയിലാണ്. അപ്പൊ അള്ളാഹുവിന്റെ നാമവും അള്ളാഹുവിന്റെ വിശേഷണങ്ങളും സ്ഥിരപ്പെട്ടു വന്നു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കണം, അതിനെ ഉൾക്കൊള്ളണം, അതിനെ സ്ഥിരപ്പെടുത്തണം, അതിനെ നിഷേധിക്കാൻ പാടില്ല. അതിനു പുറമെ അസ്മാഉൽ ഹുസ്ന എന്ന് അറിയുക, അതുപോലെ അള്ളാഹുവിന്റെ സിഫത്തുകൾ അറിയുക എന്നുള്ളത് നമ്മുടെ ഈമാനിൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള നമ്മുടെ അറിവിൽ വലിയ മാറ്റവും വലിയ സ്വാധീനവും ചെലുത്തുന്ന കാര്യമാണ്. ഒരാളുടെ തൗഹീദിന്റെ പൂർത്തീകരണം നിലനിൽക്കുന്നത് തന്നെ അള്ളാഹുവിനെ കുറിച്ച് അവൻ എത്ര അറിയാം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം അവൻ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് ആർക്കാണോ ഏറ്റവും നന്നായി അറിയുന്നത് അവനാണ് ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ സാധിക്കുക എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഇമാം സഅദി റഹിമഹുല്ലാ സൂറത്തുൽ ദാരിയാത്തിലെ 56-ാമത്തെ ആയത്തിന്റെയും സൂറത്തുൽ തലാഖിന്റെ 12-ാമത്തെ ആയത്തിന്റെയും എല്ലാം തഫ്സീറിൽ ഈ കാര്യം പറയുന്നുണ്ട്. അടുത്തത് അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അസ്റാണ്. വഫി സഹീഹുൽ ബുഖാരി, സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു അസ്ർ. ഖാല അലി റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹദ്ദിസുൻ നാസ ബിമാ യഅരിഫൂൻ, ജനങ്ങളോട് നിങ്ങൾ സംസാരിക്കേണ്ടത് അവർക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. അതുരീദൂന അൻ യുകദ്ദബ അല്ലാഹു വറസൂലുഹു, നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ അള്ളാഹുവിനെയും റസൂലിനെയും കളവാക്കപ്പെടണമെന്ന് എന്നൊരു അസർ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. തൊട്ടടുത്ത ഒരു അസർ കൂടി വായിച്ചാലാണ് രണ്ടിന്റെയും ആശയത്തെ ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൂടി വായിക്കാം. വറവ അബ്ദുർ റസാഖ് അൻ മഅ്മർ, അബ്ദുർ റസാഖ് അസ്സൻആനി റഹിമഹുല്ലാ ഹിജ്റ 211 ജീവിച്ചിട്ടുള്ള മുസന്നിഫാത്തുകൾ, മുസന്നിഫ് അബ്ദുർ റസാഖ് എന്നുള്ള കിതാബുകൾ, ഹദീസുകളെല്ലാം ക്രോഡീകരിച്ചിട്ടുള്ള അറിയപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹം ഉദ്ധരിക്കുകയാണ് അൻ മഅ്മർ, മഅ്മറിൽ നിന്ന്. മഅ്മർ എന്ന് പറഞ്ഞാൽ അബൂ ഉർവ മഅ്മർ ഇബ്നു റാഷിദ് അൽ അസ്ദി അൽ ബസരി, അദ്ദേഹവും ഹദീസിന്റെ ലോകത്ത് അറിയപ്പെട്ട പണ്ഡിതനാണ്. അൻ ഇബ്നു താവൂസ്, താവൂസ് ഇബ്നു കൈസാൻ താബിഈയായ വളരെ ശ്രേഷ്ഠനായ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ മകനിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. അൻ അബീഹി, മകൻ ഉപ്പയിൽ നിന്ന് അഥവാ താവൂസിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു റിവായത്ത്. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞതായിട്ട്, അന്നഹു റഅ റജുലൻ ഇൻതഫദ ലമ്മാ സമിഅ ഹദീസൻ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി സിഫാത്തി. അന്നഹു റഅ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കാണുകയുണ്ടായി, റജുലൻ ഇൻതഫദ ലമ്മാ സമിഅ ഹദീസൻ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഒരു ഹദീസ് കേട്ട സമയത്ത് വളരെയധികം അസ്വസ്ഥത കാണിക്കുന്ന ഒരു രൂപത്തിൽ കാണുകയുണ്ടായി. അതായത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സദസ്സാണ്. ആ സദസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് അള്ളാഹുവിന്റെ സിഫത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അള്ളാഹുവിന്റെ വിശേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഹദീസ് ഉദ്ധരിക്കുകയാണ്. അത് കേട്ടപ്പോൾ അത് ഒരു വ്യക്തി വളരെ അസ്വസ്ഥത കാണിക്കുന്നുണ്ടായി. ഇസ്തിൻകാറൻ ലിദാലിക്, ആ പറഞ്ഞ സിഫത്തിനെ അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ, അതിനെ എതിർത്തുകൊണ്ട് രീതിയിൽ അസ്വസ്ഥത കാണിക്കുന്നുണ്ടായി. ഫഖാല, അപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ ഫറഖു ഹഉലാഇ, എന്താണ് ഈ കൂട്ടരുടെ ഈ പേടി? എന്തിനാണ് ഈ കൂട്ടർ ഇങ്ങനെ ബേജാറാകുന്നത്? യജിദൂന റിഖതൻ ഇൻദ മുഹ്കമിഹി, ഖുർആനിൽ വന്നിട്ടുള്ള, ഹദീസിൽ വന്നിട്ടുള്ള മുഹ്കമായിട്ടുള്ള, ഒരു സംശയവുമില്ലാതെ നേരാവണ്ണം മനസ്സിലാക്കാൻ സാധിക്കുന്ന ആയത്തുകളോ ഹദീസുകളോ ഒക്കെ കേൾക്കുമ്പോൾ അവരതിന് കീഴൊതുങ്ങുന്നുണ്ടല്ലോ, അവരത് അംഗീകരിക്കുന്നുണ്ടല്ലോ. വയഹ്ലികൂന ഇൻദ മുതശാബിഹിഹി, എന്നാൽ ഖുർആനിലെയോ ഹദീസിലെയോ മുതശാബിഹത്തായിട്ടുള്ള അഥവാ വ്യാഖ്യാനിക്കാൻ സാധ്യതയുള്ള, രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാൻ സാധിക്കുന്ന, അങ്ങനെ മനസ്സിലാകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇവരെന്താണ് അതിൽ നശിച്ചു പോകുന്ന ആളുകളായി തീരുന്നത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ചോദിക്കുകയുണ്ടായി. ഇനി രണ്ട് അസറുകളുടെയും ആശയം പറയാം. ഒന്നാമത് നമ്മൾ പറഞ്ഞത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ വാക്കാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹദ്ദിസുൻ നാസ ബിമാ യഅരിഫൂൻ, നിങ്ങൾ ജനങ്ങളോട് പറയേണ്ടത്, സംസാരിക്കേണ്ടത് അവർക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. അതുരീദൂന അൻ യുകദ്ദബ അല്ലാഹു വറസൂലുഹു, നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ അള്ളാഹുവിനെയും റസൂലിനെയും കളവാക്കപ്പെടണമെന്ന്?
അതായത് ഇവിടെ പറയുന്നത് ഈ അസ്മാഉ സിഫാത്തിന്റെ ബാബിൽ ഈ ഒരു റിവായത്ത് അല്ലെങ്കിൽ ഒരു അസർ കൊണ്ടുവരാനുള്ള കാരണം ജനങ്ങൾക്ക് അല്ലെങ്കിൽ ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതായത് ജനങ്ങൾ പലതരത്തിലായിരിക്കും അവരുടെ അറിവിൽ, അവരുടെ മനസ്സിലാക്കലിലെല്ലാം. അപ്പോൾ ഓരോ നാട്ടിലെയും അല്ലെങ്കിൽ ഓരോ ആളുകളുടെയും അറിവിന്റെയും എല്ലാം അവസ്ഥ അനുസരിച്ച് അവർ കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിൽ വ്യത്യസ്ത ദറജകളിലായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ആളുകളോട് ഒരു ദായി അല്ലെങ്കിൽ ഒരു ആലിം ദീന് പറഞ്ഞു കൊടുക്കുമ്പോൾ, ദഅവത്ത് ചെയ്യുമ്പോൾ കേൾക്കുന്ന ആളുകളുടെ അവസ്ഥ പരിഗണിച്ചിട്ട് വേണം ദീന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. അവരുടെ ബുദ്ധിക്ക് മനസ്സിലാകാത്ത തരത്തിൽ ഉള്ള കാര്യങ്ങൾ പല രീതിയിലുണ്ടാവും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ശിർക്കിൽ മുങ്ങിക്കുളിച്ച് കളിക്കുന്ന, അല്ലെങ്കിൽ ജാറത്തിൽ പോയി, അല്ലെങ്കിൽ അതുപോലെയുള്ള അല്ലാഹു അല്ലാഹുവിനെ വിളിച്ചു തേടി ശിർക്കിൽ മുങ്ങിക്കുളിച്ച് കിടക്കുന്ന ആളുകൾക്ക് തഹ്ഖീഖു കമാലി തൗഹീദിന്റെ ഉസൂലുകൾ പോയി പറഞ്ഞു കൊടുത്താൽ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റൂല, അവർക്കത് ചിന്തിക്കാനേ പറ്റൂല. കാരണം തൗഹീദിന്റെ അസ്ല് പോലും അവർക്കില്ല. അവരോട് പറയേണ്ടത് എന്താണ്? തൗഹീദിന്റെ അടിസ്ഥാനങ്ങളാണ്, തൗഹീദിന്റെ അള്ളാഹുവിനോടുള്ള അവകാശങ്ങൾ വകവെച്ചു കൊടുക്കേണ്ടതാണ്. അങ്ങനെ ഓരോ മേഖലയിലും ഓരോ ആളുകളുടെ ബുദ്ധിക്കനുസരിച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ സംസാരിച്ചു കഴിഞ്ഞാൽ അവരെന്താകും? അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റൂല. അവരുടെ ബുദ്ധിക്ക് യോജിക്കാത്ത കാര്യങ്ങളാണെന്ന നിലക്ക് അള്ളാഹുവിനെയും റസൂലിനെയും സഹിഹായ ഹദീസായിരിക്കും, ഖുർആനിലെ ആയത്തായിരിക്കും, പക്ഷെ അവർക്ക് മനസ്സിലാകാത്ത രീതിയിൽ നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാകാത്ത വലിയ കാര്യങ്ങൾ അവരിലേക്ക് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്ക് ബോധ്യപ്പെടാത്ത രീതിയിൽ ഭാഷയിൽ അതിനെ വിശദീകരിച്ചു കഴിഞ്ഞാൽ അവരൊരു പക്ഷേ ഉൾക്കൊള്ളാൻ പറ്റാതെ കൊണ്ട് എന്ത് ചെയ്യും? അതിനെ നിഷേധിക്കുന്ന അവസ്ഥയുണ്ടാകും, അള്ളാഹുവിനെയും റസൂലിനെയും കളവാക്കുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ടാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞത്, ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വേണം ദീന് പറഞ്ഞു കൊടുക്കാൻ, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. ഇതേപോലൊരു അസർ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിന്നും വന്നിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അതിൽ പറയുന്നത്, ജനങ്ങളുടെ ബുദ്ധിക്ക് മനസ്സിലാകുന്നതേ നിങ്ങൾ പറയാൻ പാടുള്ളൂ, അതല്ല എങ്കിൽ അവരിടയിൽ ഫിത്ന ഉണ്ടാകും, അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റൂല, അവരുടെ ഇടയിൽ കുഴപ്പങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞത് കാണാം. അപ്പൊ ഈ അസ്മാഉ സിഫാത്തിന്റെ ബാബിൽ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ല ഇത് കൊടുക്കാനുള്ള കാരണം, അള്ളാഹുവിന്റെ സിഫാത്തുകളെ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അതിൻ്റെതായ രീതിയിൽ പറഞ്ഞു കൊടുക്കണം, അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന. അപ്പൊ ചില കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തൗഹീദുൽ ഉലൂഹിയ അസ്ലാണ്, അത് അടിസ്ഥാനപരമായിട്ട് ഉണ്ടാവേണ്ടതാണ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളത്. അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്ത ഒരാളോട് അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ വന്നിട്ടുള്ള ഖിലാഫുകളും അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതിനെ കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു കൊടുത്താലോ? ഇപ്പൊ യദുല്ല, അള്ളാഹുവിന്റെ കരം, യദുല്ല എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം അത് അള്ളാഹുവിന്റെ തഈദാണ്, അള്ളാഹുവിന്റെ പിന്താങ്ങലാണ്, സഹായമാണ് എന്നതിനെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ വേറൊരു കൂട്ടർ അല്ലെങ്കിൽ അഹ്ലുസ് സുന്ന അത് അള്ളാഹുവിന്റെ കരം തന്നെയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അറബി ഭാഷയിൽ യദുല്ല എന്നുള്ളതിന് ഒരാളുടെ യദ് എന്നുള്ളത് ഈ അർത്ഥം ഉപയോഗിക്കുമല്ലോ, ഒരാളുടെ യദ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ തഈദ് എന്നുള്ള അർത്ഥം വരുമല്ലോ. അപ്പൊ അത് ശരിയല്ലേ? അതല്ല, ആ യദുല്ല എന്നുള്ളത് അള്ളാഹുവിലേക്ക് ഇളാഫത്ത് ചെയ്താൽ അർത്ഥം വേറെയാണ്. ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്, അതിലുള്ള വിശദീകരണങ്ങളുണ്ട്. ഇതൊന്നും അറിയാത്ത ഒരാളോട് പറഞ്ഞു കൊടുത്താൽ എന്താവും? അവർക്ക് ആ സിഫത്തിനെ തന്നെ നിഷേധിച്ച, അങ്ങനൊന്നും വിശ്വസിക്കണ്ട, ഇതിനൊന്നും ആവശ്യമില്ല, അത് നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ മതി എന്ന അവസ്ഥയിലേക്ക് അവർ പോകും. അപ്പൊ ഓരോ ആളുകൾക്കും അവരുടേതായ അറിവിന്റെ തലത്തിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഓരോ തലത്തിൽ അവർക്ക് എന്താണോ, അതായത് ദീന് ഒരുപാട് കാലമായി പഠിക്കുന്ന, അതിൽ മുത്തഖദ്ദിമായിട്ടുള്ള, അതിൽ ഒരു പിന്നെ പ്രോ ലെവൽ എന്നൊക്കെ പറയില്ലേ, ഏറ്റവും മുകളിലത്തെ ഒരു ദർജയിൽ എത്തിയിട്ടുള്ള ആളുകൾ, ആ ആളുകളോട് ദീന് പറയുന്നതും മുബ്തദീങ്ങൾ തുടക്കക്കാരായിട്ടുള്ള ആളുകളോട് ദീന് പറയുന്നതും വ്യത്യസ്തമാണ്. അവരുടെ ബുദ്ധിക്ക് വെച്ചേ പറയാൻ പറ്റുള്ളൂ. അതിന് മുകളിലെ ആളുകളാവുമ്പോൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ പറയേണ്ടി വരും. അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറയാണ് ഇങ്ങനെ, അത് പൊതുവായിട്ടുള്ള കാര്യമാണ്. ഈ ബാബിൽ കൊടുക്കാനുള്ള കാരണം, അള്ളാഹുവിന്റെ സിഫത്തുകൾ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണം. അതല്ല എങ്കിൽ അവരതിനെ നിഷേധിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. ഇതിനെ തുടർന്ന് തന്നെ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് കൊടുത്തത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ ഒരു അസറാണ്. അതിലും ഇതേ വിഷയമാണ് പറയുന്നത്, പക്ഷെ വേറൊരു രീതിയിലാണ്. അതിൽ മനസ്സിലാക്കേണ്ടത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിന്റെ ഒരു മജ്ലിസിൽ വെച്ച്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇതുപോലെയുള്ള ഒരു ദർസിൽ വെച്ച് ദീന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു ഹദീസ് പറഞ്ഞു കൊടുക്കുക. ആ ഹദീസിലുള്ള വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറ്റിയുള്ള സിഫത്താണ്, അള്ളാഹുവിന്റെ ഒരു വിശേഷണമാണ്.
സ്വാഭാവികമായിട്ടും അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ മനസ്സിലാക്കുക, അത് വിശ്വസിക്കുക എന്നുള്ളത് അടിസ്ഥാനപരമായിട്ടുള്ള അഖീദ പഠിച്ച് തൗഹീദ് പഠിച്ച് ഓരോ ദർജയിൽ മനസ്സിലാക്കി വരേണ്ട ഒരു കാര്യമാണ്. അപ്പോ അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അത് പഠിപ്പിച്ചു കൊടുത്ത സമയത്ത് ആ കൂട്ടത്തിൽ ഒരാൾ അതിനെ ഇസ്തിൻകാർ ചെയ്യുന്ന രീതിയിൽ അങ്ങനെയൊന്നുമില്ല, അള്ളാഹുവിന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഇതൊന്നും ശരിയല്ല എന്നുള്ള രീതിയിൽ അതിനെ നിഷേധിച്ചുകൊണ്ട് അയാൾ അസ്വസ്ഥത കാണിക്കുന്നത് ആര് കണ്ടു? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കണ്ടു. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിന് പറഞ്ഞ വാക്കാണ് മാ ഫറഖു ഹഉലാഇ, ഈ കൂട്ടരുടെ അവസ്ഥ എന്താണ്? എന്തിനാ അവരിങ്ങനെ പേടി? ഫറഖ് പറഞ്ഞാൽ പേടി. എന്തിനാണ് അവരിങ്ങനെ പേടിക്കുന്നത്? ഇത് ഇങ്ങനെ ദീന് കേൾക്കുമ്പോൾ എന്തിനാ അങ്ങനെ അസ്വസ്ഥരാകുന്നത്? യജ്ദൂന റിഖ്ഖതൻ ഇൻദ മുഹ്കമിഹി, അതിലെ മുഹ്കമായിട്ടുള്ള ഖുർആനിലെ മുഹ്കമായ ആയത്തുകൾ അല്ലെങ്കിൽ മുഹ്കമായ ഹദീസുകൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യം കേട്ടു, ഖുൽ ഹു അല്ലാഹു അഹദ്, അള്ളാഹു ഏകനാണ് എന്നൊരു സംശയം ഉണ്ടാക്കാണ്ടല്ല, ഒരു സംശയമില്ലാത്ത ഒരു കാര്യമാണ്. അങ്ങനെ വ്യക്തമായി വരുന്ന കാര്യങ്ങളാണ് എന്ത് പറയുന്നത്? മുഹ്കമായത് എന്ന് പറയുന്നത്. മുത്തശാബിഹായ ആയത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാവുന്ന ആയത്തുകൾ ഉണ്ടാവും. ഉദാഹരണം പറഞ്ഞാൽ ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാൻ, നീ നിനക്ക് ഇഷ്ടമുള്ളവരെ ഒന്നും നിനക്ക് ഹിദായത്തിലാക്കാൻ സാധിക്കില്ല. അതേ സമയത്ത് മറ്റൊരായത്തിൽ ഇന്നക തഹ്ദി ഇലാ സിറാത്തിൽ മുസ്തഖീം, ആ ആശയത്തിൽ നീ സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഹിദായത്ത് കാണിക്കുന്നവനാണ്. രണ്ടായത്ത് വന്നു. അപ്പൊ ഈ രണ്ടായത്ത് തമ്മിൽ എന്താണ്? ആൾക്കാർക്ക് സംശയം ഉണ്ടാവും, ഇതെങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളത്. അതൊന്ന് ഹിദായത്തു ദലാലയാണ്, ഒന്ന് ഹിദായത്തു തൗഫീഖാണ്. അതാണ് അതിന്റെ ഉദ്ദേശം. അപ്പൊ അത് വ്യാഖ്യാനിക്കേണ്ടി വരും. അതാണ് മുത്തശാബിഹ് എന്ന് പറയുന്നത്. അപ്പൊ മുഹ്കമായ ആയത്തുകൾ കേൾക്കുമ്പോൾ ഈ ആളുകൾക്ക് ഒരു സംശയമില്ലാതെ ഉൾക്കൊള്ളുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ മുത്തശാബിഹ് അഥവാ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമുള്ളപ്പോൾ എന്താണ് അവരിങ്ങനെ അതിൽ നശിച്ചു പോകുന്നത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ. ഈ അസർ ഈ ബാബിൽ അലി റളിയല്ലാഹുവിന്റെ അസറിന് ശേഷം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് കൊടുക്കാനുള്ള കാരണം, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണ്? ജനങ്ങളോട് സംസാരിക്കുമ്പോൾ അവർ ബുദ്ധിക്കനുസരിച്ച് സംസാരിക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണ്? പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, എന്നാലും ഇവരെന്താണ് അതിൽ നശിച്ചു പോകുന്നത് എന്നാണ് പറഞ്ഞത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാകുന്നില്ല എന്നതുകൊണ്ട് ചില കാര്യങ്ങൾ പറയരുത് എന്നല്ല അതിന്റെ അർത്ഥം. ആളുകൾക്ക് അള്ളാഹുവിന്റെ സിഫത്തുകൾ മനസ്സിലാകുന്നില്ല എന്നതുകൊണ്ട് അത് പറയരുത് എന്നല്ല അതിന്റെ അർത്ഥം. അത് പറഞ്ഞു കൊടുക്കണം, അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണം. ഇനി കേൾക്കുന്ന ആളുകൾ അള്ളാഹുവും റസൂലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഒരായത്ത് അല്ലെങ്കിൽ സ്വഹീഹായ ഹദീസ്, അത് അവരുടെ ബുദ്ധിക്ക് യോജിച്ചിട്ടില്ലെങ്കിലും അവരെന്താണ് ചെയ്യേണ്ടത്? അവരതിൽ വിശ്വസിക്കണം. അവർക്ക് അതിന്റെ ഹിക്മത്ത്, അതിന്റെ ആശയം മനസ്സിലായാൽ അൽഹംദുലില്ലാ. അവർക്ക് മനസ്സിലാകുന്നില്ല, ചില ഹദീസുകൾ അതിന്റെ ഹിക്മത്ത് മനസ്സിലാകുന്നില്ല, അതെന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, അയാൾ എന്താ ചെയ്യേണ്ടത്? ഈ ഹദീസ് ശരിയല്ല, അത് ഞാൻ തള്ളുകയാണ്. അങ്ങനെയാണോ? അല്ല. സ്വഹീഹായിക്കൊണ്ടൊരു ഹദീസ് വന്നാൽ അവൻ അതിന്റെ ആശയം മനസ്സിലായിട്ടില്ലെങ്കിൽ കൂടി അവന്റെ വിധി എന്താണ്? അവനതിനെ വിശ്വസിക്കണം, അവൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം, അറിവുള്ളവരോട് ചോദിക്കണം, അങ്ങനെ അത് അറിയാനുള്ള പഠന താല്പര്യം ഉണ്ടാകണം, അത് അന്വേഷിക്കണം, പഠിക്കണം. പക്ഷെ അതിന്റെ വിശ്വാസം അതിന് നിർബന്ധമാണ്. അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചത്. ഒരു മുത്തശാബിഹായ കാര്യം കേൾക്കുമ്പോഴേക്ക് ഇവരെന്തിനാണ് ഇങ്ങനെ നശിച്ചു പോകുന്നത്? അതിനെ നിഷേധിച്ചിട്ട് അവരെന്താ ചെയ്യേണ്ടത്? ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള കാര്യങ്ങളെ, ഇപ്പോൾ ചില ആളുകൾ കാണാം ഹദീസ് നിഷേധിക്കുന്നത്. ഒരു ഹദീസ് വന്നു, അവരെ ബുദ്ധിക്കത് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ നിഷേധിക്കുന്നത്. അവരോട് നമുക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്, അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കാൻ നിങ്ങളെ ബുദ്ധിക്ക് യോജിക്കാൻ പറ്റുമോ? അവരത് വിശ്വസിക്കുന്നില്ലേ? അള്ളാഹുവിൽ നിന്ന് വഹി ലഭിച്ച ആളാണ് അള്ളാഹുവിന്റെ റസൂൽ എന്ന് വിശ്വസിക്കുന്നില്ലേ? പിന്നെന്താണ് ആ വഹിയിൽ വന്നൊരു കാര്യം വിശ്വസിക്കാൻ ബുദ്ധിമുട്ട്? നമ്മൾ ആലോചിച്ച് നോക്കണം. ഇപ്പൊ ഹദീസിൽ വന്നിട്ടുള്ള ഒരു കാര്യം വിശ്വസിക്കാൻ അവർക്ക് ബുദ്ധിമുട്ട്, എന്നാൽ ആ ഹദീസ് അള്ളാഹുവിൽ നിന്ന് വഹിയായിട്ട് ഇറങ്ങിയതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ, അതിൽ സത്യസന്ധത ഉണ്ടെങ്കിൽ ആ വന്ന ഹദീസിൽ അതിനേക്കാൾ വലുതല്ലേ അത്? അതിനേക്കാൾ ബുദ്ധിക്ക് അവരുടെ കാഴ്ചപ്പാട് പ്രകാരം ഈ ഹദീസിൽ വന്ന കാര്യത്തിനേക്കാൾ ബുദ്ധിക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യമായിരിക്കും എന്ത്? 7 ആകാശത്തിന് മുകളിൽ റബ്ബുണ്ട്, ഇലാഹുണ്ട് എന്നുള്ളത്. അവർ കുഫറിലേക്ക് എത്തുക. ഹദീസ് നിഷേധം എന്നുള്ളത് കുഫറിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പാണ്. അതിൽ കയറിക്കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിഞ്ഞാൽ ഖുർആനെ നിഷേധിക്കും, പിന്നെ അള്ളാഹിനെ നിഷേധിക്കും, പിന്നെ നിരീശ്വരവാദത്തിലെത്തും. ആ വഴിയിലേക്കേ പോവുള്ളൂ, അല്ലാതെ അതിലൊരിക്കലും ഈമാൻ കണ്ടെത്താൻ സാധിക്കില്ല. ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ആളുകൾക്ക് മനസ്സിലാകുന്നില്ല എന്നതുകൊണ്ട് അള്ളാഹുവിന്റെ സിഫത്തുകളെ പറ്റിയിട്ട് പറയാതിരിക്കണം എന്നല്ല അതിന്റെ അർത്ഥം. ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം, മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണം. ഇനി കേൾക്കുന്ന ആളുകൾ അതവർക്ക് ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എങ്കിൽ അവർ ചെയ്യേണ്ടത് ആമൻതു ബില്ലാഹി വറസൂലിഹി സമിഅനാ വഅതഅനാ, അള്ളാഹു റസൂലും പറഞ്ഞില്ല ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും ഞാൻ കേട്ടിരിക്കുന്നു, ഞാൻ അനുസരിച്ചിരിക്കുന്നു. പിന്നെ അവൻ പഠിക്കണം, അവൻ അന്വേഷിക്കണം, അവൻ അതിൽ അള്ളാഹു ഒരു ഫത്ഹ നൽകിയാൽ അൽഹംദുലില്ലാ.
ഇനിയൊരു സംശയവുമില്ലാതെ മനസ്സിലാക്കിയാൽ അൽഹംദുലില്ലാ, അങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഇതിൽ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് സിഫത്തിന്റെ ബാബിൽ ഈ രണ്ട് അസ്റുകൾ കൊണ്ടുവരാനുള്ളത്. ഒന്ന്, ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിലേ ദീൻ പറയാൻ പാടുള്ളൂ. അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ സിഫത്തുകളോ ദീനിന്റെ കാര്യങ്ങളോ പൂർണ്ണമായി പറയരുത് എന്നല്ല. ആളുകൾ ഓരോ ആളുകളുടെയും അവസ്ഥ പരിഗണിച്ച് ആരോടാണ് നമ്മൾ പ്രബോധനം ചെയ്യുന്നത് എന്ന് പരിഗണിച്ച് അത് ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു ദായി അല്ലെങ്കിൽ പ്രബോധനം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് ഒന്നുമില്ലാത്ത ആളുകൾക്ക് പോയിട്ട് വലിയ മസലകളെ പറഞ്ഞു കൊടുക്കരുത്. സാധാരണക്കാരായ ആളുകളെടുത്ത് പോയിട്ട് വലിയ വലിയ മസലകളെ കുറിച്ച് ചർച്ച നടത്തരുത്. കാരണം അത് കളവാക്കുന്ന അവസ്ഥയ്ക്ക് അവരെത്തുള്ളൂ. അതേസമയം വലിയ വലിയ ആളുകൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അവർക്ക് എന്താണ് ഇനി കൂടുതൽ അറിയാനുള്ളത് അത് പറഞ്ഞു കൊടുക്കുകയും വേണം. അപ്പൊ ഓരോരുത്തരുടെ അവസ്ഥ അനുസരിച്ച് പറയണം. അതേസമയം ഇതൊന്നും അള്ളാഹുവിനെ പറ്റി ഒന്നും പറയരുത്, അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും പറഞ്ഞു കൊടുക്കരുത് എന്നല്ല, ആ യോജിച്ച രീതിയിൽ പറഞ്ഞു കൊടുക്കണം. കേൾക്കുന്ന ആളുകൾ അതിൽ വിശ്വസിക്കൽ നിർബന്ധമാണ്. മനസ്സിലാകുന്നില്ല, ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്നാണെങ്കിൽ കൂടുതൽ പഠിക്കേണ്ടതുമാണ്. അതാണ് ഈ രണ്ട് അസ്റുകളുടെ ഉദ്ദേശം. അടുത്ത ആയത്ത്, വലമ്മാ സമിഅത് ഖുറൈശുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കേട്ടപ്പോൾ, യദ്കുറു റഹ്മാൻ, റഹ്മാൻ എന്ന് പറയുന്നത് കേട്ടപ്പോൾ, അൻകറു ദാലിക്, അതവർ നിഷേധിച്ചു. ഫഅൻസലല്ലാഹ്, അപ്പോഴാണ് അല്ലാഹു തആല ഇറക്കിയത്, വഹും യക്ഫുറൂന ബിർറഹ്മാൻ, അവർ റഹ്മാനിനെ നിഷേധിക്കുന്നു എന്നുള്ളത് ആയത്തിറക്കിയത്. നമ്മൾ ആദ്യം പറഞ്ഞു റഹ്മാൻ എന്നുള്ള ആയത്തിറങ്ങാനുണ്ടായ സാഹചര്യം ഒന്ന് ഹുദൈബിയ സന്ധിയിൽ വെച്ചിട്ടുള്ള സംഭവവും, അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ വെച്ച് യാ റഹ്മാൻ യാ റഹീം എന്ന് വിളിക്കുന്നത് കേട്ടപ്പോൾ അത് കേട്ട മുശ്രിക്കീങ്ങൾ പറഞ്ഞു, ഹാദാ യസ്ഉമു അന്നഹു യദ്ഉ വാഹിദൻ വഹുവ യദ്ഉ ഇസ്നൈൻ അർറഹ്മാൻ വറഹീം, ഒരാളെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുള്ളൂ എന്നാണ് പറയുന്ന ആളാണിത്. ഇപ്പൊ പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ, റഹ്മാനും റഹീമിനെയും രണ്ടാളെ വിളിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് മുശ്രിക്കീങ്ങൾ പറയുകയുണ്ടായി. ഈ രണ്ട് കാരണമാണ് ഈ ആയത്തിറങ്ങാനുള്ള സബബായിക്കൊണ്ട് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ അതേ ആശയമാണ്, അവർ റഹ്മാൻ എന്നുള്ള അള്ളാഹുവിന്റെ നാമത്തെ നിഷേധിച്ചിട്ടുണ്ട്. ഇനി ഈ ബാബിലെ ഇമാം സഅദി റഹിമഹുള്ളയുടെ അൽ ഖൗലു സദീദ് എന്നുള്ള ഷർഹിന്റെ ഭാഗം വായിക്കാം. ബാബു മൻ ജഹദ ഷൈഅൻ മിനൽ അസ്മാഇ വസ്സിഫാത്ത്, അസ്മാ വസ്സിഫാത്തിൽ ഏതെങ്കിലും നിഷേധിച്ച ആളുകളുടെ അവസ്ഥയുമായി ബന്ധപ്പെട്ട് ഇമാം സഅദി റഹിമഹുള്ള പറയുന്നു, അസ്ലുൽ ഈമാനി വഖാഇദതുഹു التي ينبني عليها هو الإيمان بالله وبأسمائه وصفاته, ഈമാനിന്റെ അടിസ്ഥാനം എന്നുള്ളതും അതിന്റെ ഖാഇദ, അതിന്റെ അടിസ്ഥാന തത്വം എന്നുള്ളതും, അല്ലത്തി യൻബനി അലൈഹ, എന്താണത്, ഏതിന്റെ മേലെയാണോ ആ ഈമാൻ കെട്ടിപ്പടുത്തിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനം എന്നുള്ളത് ഹുവൽ ഈമാനു ബില്ലാഹ്, അത് അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. വബി അസ്മാഇഹി, അള്ളാഹുവിന്റെ നാമങ്ങളിലുള്ള വിശ്വാസമാണ്. വസിഫാത്തിഹി, അള്ളാഹുവിന്റെ വിശേഷണങ്ങളിലുള്ള വിശ്വാസമാണ്. നമ്മൾ ഒരിക്കലും നിസ്സാരമായി കാണരുത് അള്ളാഹുവിന്റെ നാമങ്ങളിലും വിശേഷണങ്ങളിലുമുള്ള വിശ്വാസം, തൗഹീദ് എന്നുള്ളത്. പലപ്പോഴും നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ കേരളത്തിൽ പൊതുവെ കുറച്ചു കാലം മുമ്പ് വരെ ചർച്ച ചെയ്യപ്പെടാത്ത അല്ലെങ്കിൽ പഠിക്കാത്ത ഒരു വിഷയമായിരുന്നു അൽ അസ്മാഉൽ ഹുസ്ന സിഫാത്തുൽ ഉലിയ എന്നുള്ളത്. അൽഹംദുലില്ലാഹ് ഇന്ന് വലിയൊരു ഫത്ഹ ഉണ്ടായിട്ടുണ്ട്. ആളുകൾ ധാരാളം അത് പഠിക്കാനും അത് അറിയാനും അത് പറഞ്ഞു കൊടുക്കാനും എല്ലാം ധാരാളം ആളുകളുണ്ട്. അപ്പൊ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് വർദ്ധിക്കണമെങ്കിൽ, അള്ളാഹുവിനെ അറിയണമെങ്കിൽ, നമ്മുടെ ഈമാനിൽ പുരോഗതി ഉണ്ടാകണമെങ്കിൽ അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും അറിയുക തന്നെ വേണം. അതല്ലാതെ ഒരിക്കലും നമുക്ക് ഈമാനിൽ പുരോഗതി കണ്ടെത്താൻ സാധിക്കില്ല. അള്ളാഹുവിനെ എത്ര അറിയുന്നുവോ അത്രയും അവൻ അള്ളാഹുവിനെ ഭയപ്പെടും, അത്രയും അവൻ അള്ളാഹുവിനെ സൂക്ഷിക്കും, അത്രയും അള്ളാഹുവിനെ ആരാധിക്കാൻ സാധിക്കും. ഇമാം സഅദി പറയാണ്, ഈമാനിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിലും അവന്റെ നാമങ്ങളിലും വിശേഷണങ്ങളിലുമുള്ള വിശ്വാസമാണ്. വകുല്ലമാ ഖവിയ ഇൽമുൽ അബ്ദി ബിദാലിക് വഈമാനുഹു ബിഹി, എപ്പോഴെല്ലാം അല്ലെങ്കിൽ എത്രത്തോളം ഒരടിമയുടെ ഈമാൻ ഈ അസ്മാഉ സിഫാത്തുകളിലുള്ള വിശ്വാസവും അതുപോലെ എല്ലാ കാര്യങ്ങളൊക്കെ വർദ്ധിക്കുന്നുവോ, വതഅബ്ബദ ലില്ലാഹി ബിദാലിക്, അതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ ആരാധിക്കുന്നുവോ. ഓരോ നാമങ്ങൾക്കും ആ നാമങ്ങളുടെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ ആരാധിക്കാനുണ്ടാവും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു അസ്-സമീ ആണ് എന്നൊരാൾ കേട്ട് കഴിഞ്ഞാൽ, അള്ളാഹു അൽ ബസീർ ആണ് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ, അതും അംഗീകരിച്ചു കഴിഞ്ഞാൽ അതിലൂടെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം. അതെങ്ങനെയാണ്? ഞാൻ പറയുന്ന കാര്യങ്ങൾ അള്ളാഹു കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ പറയാൻ പാടുള്ളൂ.
ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹു കാണുന്നവനാണ്, അതുകൊണ്ട് അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഓരോ കാര്യം, അള്ളാഹു റസ്സാഖാണ്, റിസ്ക് നൽകുന്നവൻ അള്ളാഹു ആണ്, അതുകൊണ്ട് എനിക്ക് റിസ്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ആരോടാണ് ചോദിക്കേണ്ടത്? അത് അള്ളാഹുവിനോടാണ്. അപ്പൊ ഓരോ നാമത്തിനും അതിനൊരു മുക്തതയുണ്ട്, അഥവാ അതിനൊരു ലക്ഷ്യമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ ആരാധിക്കുകയും ചെയ്യുന്നവൻ ആരാണോ ഖവിയ തൗഹീദുഹു, അവന്റെ തൗഹീദും ശക്തിപ്പെടും, അവന്റെ തൗഹീദും ശക്തിപ്പെടും. ഫഇദാ അലിമ, ഒരു അടിമ മനസ്സിലാക്കുകയാണ്, അന്ന അല്ലാഹ മുതവഹിദുൻ ബിസിഫാത്തിൽ കമാൽ, പരിപൂർണമായിട്ടുള്ള വിശേഷണങ്ങളിൽ അള്ളാഹു ഏകനാണ് എന്നൊരു അടിമ അറിയുകയാണ്. മുതഫരിദുൻ ബിൽ അളമ, അതുപോലെ തന്നെ മഹത്വം കൊണ്ട് അള്ളാഹു ഒറ്റയാണ്, ഏകനാണ് എന്നൊരാൾ മനസ്സിലാക്കുകയാണ്. വൽ ജലാൽ വൽ ജമാൽ, മഹത്വം കൊണ്ടും ഭംഗി കൊണ്ടും എല്ലാം പരിപൂർണനാണ് എന്നൊരാൾ മനസ്സിലാക്കുകയാണ്. ലൈസ ലഹു ഫീ കമാലിഹി മസീലുൻ, അള്ളാഹുവിന്റെ പരിപൂർണതയ്ക്ക് ഒരു ഉപമ പോലും പറയാൻ പറ്റാത്ത രീതിയിൽ അള്ളാഹു പരിപൂർണനാണ് എന്നൊരാൾ അറിഞ്ഞാൽ, അവന് ബോധ്യപ്പെട്ടാൽ, ഔജബ ലഹു ദാലിക, അവന്റെ മേലെ നിർബന്ധമാകും, അയ്യഅരിഫ വയതഹഖഖ അന്നഹു ഹുവൽ ഇലാഹുൽ ഹഖ്, അവൻ ബോധ്യപ്പെടാനും അവൻ അതിനെ ഉറപ്പിക്കാനും അതിനെ പൂർത്തീകരിക്കാനും. ഏത് വിഷയം? അന്നഹു ഹുവൽ ഇലാഹുൽ ഹഖ്, അവൻ മാത്രമാണ് ഏകനായിട്ടുള്ള സത്യമായിട്ടുള്ള ഇലാഹ് എന്ന് വിശ്വസിക്കാനും അതുപോലെ തന്നെ തെളിയിക്കാനും അവന് സാധിക്കും. അതവന്റെ മേൽ അതല്ലാതെ സാധിക്കൂല. അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ നാമങ്ങളും വിശേഷണം കൊണ്ട് ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അത് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അവന് അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്നുള്ളത് കൂടുതൽ തെളിയിക്കാൻ സാധിക്കും. വഅന്ന ഉലൂഹിയത മാ സിവാഹു ബാത്തിലത്തുൻ, അള്ളാഹു അല്ലാതെ മറ്റാർക്കെങ്കിലും ഉലൂഹിയത്ത് ഇബാദത്ത് വകവെച്ചു കൊടുക്കുക എന്നുള്ളത് ബാത്തിലായിട്ടുള്ള ഒരു കാര്യമാണ്. ഫമൻ ജഹദ ഷൈഅൻ മിൻ അസ്മാഇല്ലാഹി വസിഫാതിഹി, ആരെങ്കിലും അള്ളാഹുവിന്റെ നാമങ്ങളിലും വിശേഷങ്ങളിലും എന്തെങ്കിലും ഒരു കാര്യത്തെ നിഷേധിക്കുകയാണ് എങ്കിൽ, ഫഖദ് അതാ ബിമാ യുനാഖിലു തൗഹീദ വയുനാഫീഹ്, അവൻ എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത്? തൗഹീദിനെ തകർത്ത് കളയുന്ന, തൗഹീദിനെ ഇല്ലാതാക്കുന്ന കാര്യമാണത്. വദാലിക മിൻ ശുഅബിൽ കുഫർ, അത് കുഫറിന്റെ ശാഖയുമാണ്, കുഫറിന്റെ ഒരു ഭാഗവുമാണ് അത് എന്ന് ഇമാം സഅദി റഹിമഹുല്ലാ പറയുകയാണ്. അപ്പൊ അസ്മാഉൽ ഹുസ്ന അറിയുക, അള്ളാഹുവിന്റെ സിഫത്തുകൾ അറിയുക എന്നുള്ളത് തൗഹീദിന്റെ പൂർത്തീകരണത്തിൽപ്പെട്ടതാണ്, അല്ലെങ്കിൽ തൗഹീദിന്റെ തുടക്കത്തിലും പൂർത്തീകരണത്തിന്റെയും ഭാഗമാണ്. അതുകൊണ്ട് ആ ഒരു തൗഹീദിനെ നമ്മൾ ഒരിക്കലും നിസ്സാരമായി കാണരുത്, പഠിക്കാതെ വിട്ടുപോകരുത്. അതിനെക്കുറിച്ച് അറിയണം, പഠിക്കണം. എങ്കിൽ മാത്രമാണ് തൗഹീദ് നമുക്ക് തഹ്ഖീഖ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ബാബു, അടുത്ത ബാബ്, ഖൗലില്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്ക്, يعرفون نعمة الله ثم ينكرون واكثرهم الكافرون. സൂറത്തു നഹ്ലിലെ 83-ാമത്തെ ആയത്താണ്. يعرفون نعمة الله, അവർക്കറിയാം, അവർക്ക് ബോധ്യമുണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ, അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ പറ്റി. ثم ينكرونها, എന്നിട്ടും അവർ എന്ത് ചെയ്യുന്നു? അതിനെ നിഷേധിക്കുന്നു. വാക്സറുഹുമുൽ കാഫിറൂൻ, അവരിൽ അധികവും കാഫിരീങ്ങളാണ്, നിഷേധികളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. قال مجاهد ما معناه, മുജാഹിദ് ഇബ്നു ജബർ റഹിമഹുല്ലാ, അദ്ദേഹം വലിയ പണ്ഡിതനാണ്, മുഫസ്സിറാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് ഖുർആൻ തഫ്സീർ ചെയ്തിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട ആളുകളാണ്. ഒന്ന് മുജാഹിദ് റഹിമഹുല്ലാ, രണ്ട് ഇക്രിമ അൽ ബർബരി റഹിമഹുല്ലാ. ഈ രണ്ടാളുകളാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ തഫ്സീറുകൾ ചെയ്തിട്ടുള്ളത്. അവർ ഇബ്നു അബ്ബാസ് ശിഷ്യന്മാരാണ്. മുജാഹിദ് റഹിമഹുല്ലാ ഈ ആയത്തിന്റെ അർത്ഥം വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞിട്ടുണ്ട്, മാ മഅനാഹു, ഇതിന്റെ ഈ ആയത്തിന്റെ അർത്ഥം, ഹുവ ഖൗലുർ റജുലി, ഒരു വ്യക്തി പറയുകയാണ്, ഹാദാ മാലി വരിസ്തുഹു അൻ ആബായി, ഈ സമ്പത്ത് ഇതെന്റേതാണ്, എന്റെ പിതാക്കന്മാരിൽ നിന്ന് അനന്തരമായി എനിക്ക് കിട്ടിയതാണ്. വഖാല ഔൻ ഇബ്നു അബ്ദില്ലാ റഹിമഹുല്ലാ പറഞ്ഞു, ഔൻ ഇബ്നു അബ്ദില്ലാ റഹിമഹുള്ളയുടെ മുഴുവൻ പേര് ഔൻ ഇബ്നു അബ്ദില്ലാ ഇബ്നു ഉത്ബത്ത് ഇബ്നു മസ്ഊദ് അൽ ഹദലി റഹിമഹുല്ലാ. അദ്ദേഹം പറയാണ്, യഖൂലൂൻ ലൗലാ ഫുലാനുൻ ലം യകുൻ കദാ, ആളുകൾ പറയും, ചില ആളുകൾ പറയും, ഇന്ന ആള് പിന്നെ ഇല്ലായിരുന്നു എങ്കിൽ ആ കാര്യം അങ്ങനെ ആകില്ലായിരുന്നു, ഇന്ന ആളില്ലായിരുന്നെങ്കിൽ ആ കാര്യം അങ്ങനെ ആകില്ലായിരുന്നു. വഖാല ഇബ്നു ഖുതൈബ എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹ് ഇബ്നു മുസ്ലിം ഇബ്നു ഖുതൈബത അദ്ദൈനവരി എന്നുള്ള പേരുള്ള ഹദീസിന്റെ ലോകത്ത് അറിയപ്പെട്ടിട്ടുള്ള, ഇമാം ബുഖാരിയുടെ എല്ലാം മുകളിൽ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം പറയുകയുണ്ടായി, യഖൂലൂൻ ഹാദാ ബിശഫാഅത്തി ആലിഹത്തിന, ആളുകൾ പറയും ഇത് ഞങ്ങളുടെ ഇലാഹുകളുടെ ശുപാർശ കൊണ്ട് കിട്ടിയതാണ്.
ഇങ്ങനെയുള്ള വാക്കുകൾ പറയുന്നതാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്താണ് ഇതിന്റെ ആശയം? അത് ആദ്യം ആയത്ത് പറയാം. ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? യഅരിഫൂന നിഅമത്തല്ലാഹ്, അല്ലാഹു നൽകിയ നിഅമത്ത് അവർക്കറിയാം, ആളുകൾക്കറിയാം. സുമ്മ യുൻകിറൂനഹ, എന്നിട്ടും അവരതിനെ നിഷേധിക്കുന്നു. അതായത് ശരിക്കും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അല്ലാഹു നൽകിയ നിഅമത്തുകൾ നമുക്ക് എത്ര വലുതാണ് എന്നുള്ളത്. നമുക്കൊരു യോഗ്യത ഇല്ലാഞ്ഞിട്ടും ഒരു അർഹത ഇല്ലായിട്ടും നമുക്ക് ഏറ്റവും വലിയ നിഅമത്ത് എന്താ തന്നത്? തൗഹീദാണ്. തൗഹീദാണ്. നമ്മൾ ഒരു പക്ഷെ ആഗ്രഹിച്ചിട്ട് തന്നെ ഉണ്ടാവില്ല, നമ്മൾ അതിനു വേണ്ടി കൊതിച്ചിട്ട് തന്നെ ഉണ്ടാവില്ല, നമ്മളൊരു പണി എടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ ജീവിതത്തിന്റെ ഏതോ ഒരു സന്ദർഭത്തിൽ, ഒരു നിമിഷത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവന്റെ ഔദാര്യമായി നൽകിയ ഏറ്റവും വലിയ നിഅമത്താണ് എന്ത്? തൗഹീദ് എന്നുള്ളത്. അത് ഈ ദുനിയാവിൽ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നു. നാളെ പരലോകത്ത് അതിന്റെ യാഥാർത്ഥ്യം തീർച്ചയായിട്ടും നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ, തൗഹീദിന്റെ ഫضل എന്താണെന്നുള്ളത്. ഇനി അതിന് പോട്ടെ, ഭൗതികമായിട്ടുള്ള മറ്റ് അതിനു പുറമെ, തൗഹീദിന് പുറമെ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിക്കണം എന്നുള്ള തൗഫീഖ്, ബിദ്അത്തുകളെ ഒഴിവാക്കണം എന്നുള്ളത്. അതിനു പുറമെ എന്താണ്? ആ ദീനിനെ മനസ്സിലാക്കേണ്ടത് സഹാബികളും താബിഈങ്ങളും തബഅ മനസ്സിലാക്കിയതുപോലെ, സലഫുകൾ മനസ്സിലാക്കിയതുപോലെയാണ് മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ ദീനിയായിട്ടുള്ള നിഅമത്തുകളാണ്. ഇനി ഭൗതികമായിട്ടുള്ള നിഅമത്തുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര ഇൻതഅദ്ദു നിഅമത്തുല്ലാഹ്, അള്ളാഹുവിന്റെ നിഅമത്തുകൾ നിങ്ങൾ എണ്ണി നോക്കിയാൽ നിങ്ങൾക്കൊരിക്കലും നിങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തി ഇത്ര ഉണ്ട് എന്ന് പറയാൻ സാധിക്കൂല. ഓരോ അവയവങ്ങളുടെ നോക്കിക്കഴിഞ്ഞാലും ജനിച്ചത് മുതൽ ഇതുവരെ നമ്മൾ ഭക്ഷിച്ചതും കുടിച്ചതുമായിട്ടുള്ള ഭക്ഷണവും പാനീയങ്ങളും നോക്കുകയാണെങ്കിലും ഓരോ സന്ദർഭത്തിലും അള്ളാഹുവിന്റെ നിഅമത്തുകൾ നമുക്കറിയാൻ പറ്റും. ഓരോ സന്ദർഭത്തിലും, ഓരോ മേഖലയിലും, നമ്മുടെ അറിവാവട്ടെ, നമ്മുടെ സമ്പത്താവട്ടെ, നമ്മുടെ ഭാര്യമാരാവട്ടെ, സന്താനങ്ങളാവട്ടെ, വീടാവട്ടെ, കച്ചവടമാവട്ടെ, അതല്ലാതെ നമുക്ക് ലഭിക്കുന്ന ഇജ്ജത്താവട്ടെ, എന്ത് കാര്യമാവട്ടെ, അധികാരമാവട്ടെ, പദവിയാവട്ടെ, ഹലാലായ രീതിയിലുള്ള നല്ല രീതിയിലുള്ള ഈ നിഅമത്തുകൾ അത് അല്ലാഹു തആല നൽകിയതാണ് എന്നറിഞ്ഞിട്ടും സുമ്മ യുൻകിറൂനഹ, എന്നിട്ടും അവരെന്ത് ചെയ്യാണ്? അതിനെ നിഷേധിക്കുകയാണ്. അഥവാ അത് അല്ലാഹുവിൽ നിന്നാണ് എന്ന് അംഗീകരിക്കാതെ, അള്ളാഹുവിൽ നിന്നാണ് എന്ന് അംഗീകരിക്കാതെ അതിനെ നിഷേധിക്കുകയാണ് എന്നാണ് ആയത്തിന്റെ അർത്ഥം. ബാക്കി വഖ്സറുഹുൽ കാഫിറൂൻ, അവരധികവും കാഫിര്യങ്ങളാണ്, കുഫ്ർ കാണിക്കുക. കുഫ്റുൻ നിഅമ, കുഫ്റിന്റെ ഇനങ്ങളിൽ ഒരു ഇനമാണ് കുഫ്റുൻ നിഅമ എന്ന് പറഞ്ഞാൽ നിഅമത്തുകൾക്ക് കുഫ്ർ കാണിക്കുക. എന്നിട്ട് മുജാഹിദ് റഹിമഹുല്ലാ ഈ ആയത്തിനെ തഫ്സീർ ചെയ്തു പറഞ്ഞു, ഹുവ ഖൗലുർ റജുലി, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിഅമത്ത് മനസ്സിലായിക്കൊണ്ട് അതിനെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശം? ഒരാൾ പറയാണ്, ഒരാൾക്ക് കുറേ സമ്പത്തുണ്ട്, സമ്പത്ത് നമ്മൾ ജനിച്ചപ്പോൾ കൊണ്ടുവന്നാണോ? അല്ല, നമുക്ക് ജനിച്ചപ്പോൾ കൊണ്ടുവന്നതല്ല, അത് അല്ലാഹു തന്നെ നൽകുന്നതാണ്. ഏത് രീതിയിലാണെങ്കിലും ഒരാൾ ജനിച്ച സമയത്ത് അയാളുടെ പിതാക്കന്മാർ പിതൃസ്വത്തോ കുടുംബസ്വത്തോ ഒന്നുമില്ല, ദരിദ്രനായിരുന്നു. പക്ഷെ വളർന്ന് വലിയ കച്ചവടക്കാരനായി അയാൾക്ക് ഒരുപാട് ലാഭം നൽകി. ആര് നൽകിയതാ? അല്ലാഹു നൽകിയതാ. ഇയാൾ ജനിച്ചു വീഴുമ്പോൾ തന്നെ ഒരുപാട് കുടുംബ സ്വത്തുള്ള അനന്തര സ്വത്തുള്ളതിൽ ജനിച്ചു വീണ് വളർന്നു വന്നു. അയാൾക്ക് സമ്പത്ത് ലഭിച്ചത് എവിടുന്നാണ്? അല്ലാഹു നൽകിയതാണ്. അപ്പോൾ ഈ ഒരാൾ പറയുകയാണ്, ഹാദാ മാലി, ഇതൊക്കെ എന്റെ സമ്പത്താണ്. അയാൾക്കുള്ള സമ്പത്ത് കാണിച്ച് ഇതൊക്കെ എന്റേതാണ്. വരീസ്തുഹു അൻ ആബാഇ, ഇതൊക്കെ എന്റെ പിതാമഹന്മാര് പണിയെടുത്ത് വെച്ചോണ്ട് എനിക്ക് അങ്ങനെ കിട്ടിപ്പോയതാണ്, എനിക്ക് അനന്തരമായി കിട്ടിയതാണ്. അഥവാ അള്ളാഹുലേക്ക് ചേർത്തി പറയാതെ, ഒരാൾക്ക് കിട്ടിയ നിഅമത്തുകളെ അള്ളാഹുലേക്ക് ചേർത്തി പറയാതെ മറ്റുള്ള ആർക്കെങ്കിലും ചേർത്തി പറയുന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കുഫ്റുൻ നിഅമയാണ്, നിഅമത്തിനോട് കാണിക്കുന്ന കുഫ്റാണ്. അള്ളാഹുലേക്ക് ചേർത്തി പറയാതെ പറയുക എന്നത്. വഖാല ഔൻ ഇബ്നു അബ്ദുല്ലാ റഹിമഹുല്ലാഹ് മറ്റൊരു ഉദാഹരണമാണ് പറഞ്ഞത്. യഖൂലൂൻ, ചില ആളുകൾ പറയും, ലൗലാ ഫുലാനൻ ലം യകുൻ കദാ, ഇന്നാലിന്ന ആളില്ലായിരുന്നുവെങ്കിൽ ഇതിങ്ങനെയൊന്നും ആവില്ലായിരുന്നു. അപ്പൊ അയാൾക്ക് ആരെങ്കിലൊക്കെ എന്തെങ്കിലും സഹായിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അപ്പോ ആ സഹായിക്കാൻ ആ ആളെ കൊണ്ടുവന്ന ആരാ? അള്ളാഹുവാണ്. അയാളെ സൃഷ്ടിച്ചാരാ? അള്ളാഹുവാണ്. അയാൾക്ക് എന്തെങ്കിലും സഹായിക്കണമെന്ന് ഇൽഹാം കൊടുക്കുന്ന ആരാണ്? അള്ളാഹുവാണ്. എല്ലാം അള്ളാഹുവിന്റെ കയ്യിലുള്ളതാണ്. പക്ഷെ അതിലേക്ക് ചേർത്തി പറയാതെ സൃഷ്ടികളിലേക്ക് മാത്രം ചേർത്തിയിട്ട് ഇന്ന ആളില്ലായിരുന്നെങ്കിൽ അത് നടക്കില്ലായിരുന്നു എന്ന നിലക്ക് പറയുന്ന വാക്ക്, ഇതൊക്കെ ആളുകളുടെ നാവിൽ അധികമായി വരുന്ന വാക്കുകളാണ്. وقال ابن قتيبة رحمه الله പറയാണ്, يقولون هذا بشفاعة آلهتنا, ഈ അള്ളാഹുവിലേക്ക് ശുപാർശകരെന്നും ഇടനിലക്കാരെന്ന് പറഞ്ഞും അള്ളാഹുവിലേക്ക് പങ്കു ചേർക്കുന്ന ആളുകൾ അവർ പറയും, അവരുടെ നിഅമത്തുകൾക്ക് കാരണം ഹാദാ ബിശഫാഅത്തി ആലിഹത്തിന, ഞങ്ങളുടെ ഈ ഇലാഹുകളുടെ ശുപാർശ കൊണ്ടാണ്,
ഇന്ന ജാറത്ത് പോയതാണ് എനിക്ക് കുട്ടി ഉണ്ടായത്, ഇന്ന ഔലിയായിനെ അല്ലെങ്കിൽ ഇന്ന വലിയനെ ഇന്ന ഷെയ്ഖിനെ കണ്ടുകൊണ്ടാണ് എൻ്റെ കല്യാണം നടന്നത്, കച്ചവടത്തിൽ ലാഭം ഉണ്ടായത്, അല്ലെങ്കിൽ ഇന്നാലിന്ന കാര്യം ഉണ്ടായത്, അങ്ങനെയൊക്കെ ചേർത്തി പറയുക. ഇന്നാലിന്ന അവരുടെ ഏതെങ്കിലും ഒരു ആലിഹത്തിലേക്ക് ചേർത്തി പറയുക. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹം എത്ര നിസ്സാരമാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും അത് അള്ളാഹുലേക്ക് ചേർത്തി പറയാൻ നമ്മൾ പഠിക്കണം. നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം. ഏത് ചെറിയൊരു കാര്യവും അത് അള്ളാഹുലേക്ക് ചേർത്തി പറയാൻ. ഇതാര് തന്നാണ്? അള്ളാഹു നൽകിയതാണ്. നിനക്ക് നൽകുന്ന ഭക്ഷണം അള്ളാഹു നൽകിയതാണ്. നിനക്കുള്ള ആരോഗ്യം അള്ളാഹു നൽകിയതാണ്. നിന്റെ രോഗം മാറ്റുന്നത് അള്ളാഹുവാണ്. ഏതൊരു കാര്യവും അള്ളാഹുലേക്ക് ചേർത്തിക്കൊണ്ട് പറയണം. അത് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. അത് ഹൃദയത്തിൽ ഉറപ്പിക്കണം. അതല്ലാതെ അള്ളാഹുവിലേക്ക് ചേർക്കാതെ സൃഷ്ടികളിലേക്ക് മാത്രം ചേർത്തിക്കൊണ്ട് അവൻ നാവ് കൊണ്ട് മാത്രം ചേർത്തിക്കൊണ്ട് പറയുക എന്നുള്ളത് കുഫ്ർ നിഅമയാണ്. അത് കൽബിൽ കൂടി ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ ശിർക്കുൻ അക്ബർ വരെ ആകാൻ കാരണമാകുന്ന ഒരു കാര്യമായി തീരും. അഥവാ പൂർണ്ണമായിട്ട് ഇന്നതുകൊണ്ട് മാത്രം ഉണ്ടായി എന്ന നിലക്ക്. അപ്പോൾ ഈ നാവ് കൊണ്ട് വരുന്നത് തന്നെ നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പല തഫ്സീറുകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഫസ്ലിൽ കൊടുത്തുന്ന ഈ ബാബിൽ കൊടുത്ത അടുത്തൊരു അസർ, وقال أبو العباس بعد حديث زيد بن خالد الذي فيه أن الله تعالى قال أصبح من عبادي مؤمن بي وكافر الحديث وقد تقدم. وقال أبو العباس ورنال ابن تيمية رحمه الله, أبو العباس أحمد بن تيمية رحمه الله, അദ്ദേഹത്തിന്റെ മജ്മൂ ഫത്താവയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. بعد حديث زيد بن خالد. ഇവിടെ നമ്മൾ ഒരു കാര്യം സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബുകൾ, അത് ധാരാളം കിതാബുകളുണ്ട്. അത് വലിയൊരു ബറക്കത്ത് ലഭിച്ച, തൗഫീഖ് ലഭിച്ച കിതാബുകളാണ്. കാരണം ആളുകളുടെ അടുക്കിലേക്ക് എത്തുന്നതിൽ, ലോകത്ത് കിഴക്കും പടിഞ്ഞാറും അദ്ദേഹത്തിന്റെ ദഅവത്ത് എത്തുന്നതിൽ വലിയ തൗഫീഖ് ലഭിച്ച വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ കിതാബുകളിലെ അധിക വാക്കുകളും അധിക ക്രോഡീകരിച്ച രീതിയുമെല്ലാം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, അതുപോലെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു ഖയ്യിം റഹിമഹുമുല്ലാ അവരുടെ കിതാബുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് അവരുടെ കിതാബുകൾ വായിക്കുമ്പോൾ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അധികവും എടുത്തിട്ടുള്ളത് അവരുടെ കിതാബിൽ നിന്നാണ്. ഇപ്പൊ കിതാബ് തൗഹീദിന് മുമ്പ് ഇഗാസത്തുൽ ലഹ്ഫാൻ, ഇബ്നു ഖയ്യിമിന്റെ ഇഗാസത്തുൽ ലഹ്ഫാൻ വായിക്കാനിടയായി. അപ്പോൾ ഇഗാസത്തുൽ ലഹ്ഫാനിന്റെ ഒരു മുഖ്തസർ പോലെ കിതാബ് തൗഹീദ് തോന്നിപ്പോയി. കാരണം അതി പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ചുരുങ്ങിയ രീതിയിൽ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന രീതിയിൽ, അതെല്ലാവർക്കും മനസ്സിലായിക്കൊള്ളുന്നില്ല ഇബ്നു ഖയ്യിമിന്റെ എഴുത്ത്, പക്ഷേ ഏതൊരു എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ക്രോഡീകരിച്ചിരിക്കുകയാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ചെയ്തിട്ടുള്ളത്. പക്ഷെ അദ്ദേഹത്തിന്റെ ദഅവത്തിനും കിതാബുകൾക്കും ആ ഷെയ്ഖുമാരേക്കാൾ, കാരണം കാലഘട്ടത്തിന്റെ ആവശ്യകത അനുസരിച്ചും എല്ലാം കൂടുതൽ സ്വീകാര്യത ലഭിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇതിൽ ധാരാളം ഉദ്ധരണികൾ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബുകളിൽ ഇബ്നു തൈമിയുടേതായിട്ട് ഇബ്നു ഖയ്യിമിൻ്റെതായിട്ട് കാണും. ഇനി അല്ലാതെ തന്നെ പേര് പറയാതെ തന്നെ അതുപോലുള്ള ഉദ്ധരണികൾ തന്നെ എടുത്ത് എഴുതിയതായിട്ടും കാണാൻ സാധിക്കും. തുല്ലാബുകൾ അറിയാൻ വേണ്ടി പറഞ്ഞു മാത്രം. وقال أبو العباس بعد حديث زيد بن خالد الذي فيه أن الله تعالى قال. ഇബ്നു തൈമിയ റഹിമഹുല്ലാ മജ്മുഉൽ ഫതാവയിൽ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ള അസ്ബഹ മിൻ ഇബാദി മുഅ്മിനുൻ ബി വകാഫിറുൻ, ഒരു കൂട്ടം എൻ്റെ അടിമകളിൽ ചില ആളുകൾ മുഅ്മിനായിക്കൊണ്ടും ചില ആളുകൾ കാഫിർ ആയിക്കൊണ്ടാണ് രാവിലെ ആയത് എന്നുള്ള ഹദീസ് നമ്മൾ തൻജീമിന്റെ ബാബിൽ, അഥവാ നക്ഷത്രങ്ങളുടെ സ്വാധീനം കൊണ്ടാണ് മഴ പെയ്തത് എന്ന് വിശ്വസിച്ച ആളുകളും വിശ്വസിക്കാത്ത ആളുകളും ഫജ്റിന് ശേഷം പറഞ്ഞല്ലോ, അവർ ഹദീസ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഹദീസ് പറഞ്ഞതിന് ശേഷം, മുമ്പ് പറഞ്ഞിട്ടുള്ള ഹദീസ് പറഞ്ഞതിന് ശേഷം ഇബ്നു തൈമിയ റഹിമഹുല്ലാ പറയുകയാണ്, വഹാദാ കസീറുൻ ഫിൽ കിതാബി വസ്സുന്ന, ഖുർആനിലും ഹദീസുകളിലും ധാരാളമായി കാണാൻ പറ്റുന്ന ഒരു കാര്യമാണത്. എന്താണത്? യദുമ്മു സുബ്ഹാനഹു മൻ യുളീഫു ഇൻആമഹു ഇലാ ഗൈരിഹി, അല്ലാഹുവിലേക്കല്ലാതെ അനുഗ്രഹങ്ങളെ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ മറ്റുള്ളവരിലേക്ക് ചേർത്തി പറയുന്നതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദമ്മ് ചെയ്ത് പറഞ്ഞത്, ആക്ഷേപിച്ച് പറഞ്ഞത് കാണാം. അള്ളാഹുവിന്റെ നിഅമത്തുകൾ അള്ളാഹു അല്ലാത്ത മറ്റാരിലേക്കെങ്കിലും ചേർത്തി പറയുക എന്നുള്ളത് ദമ്മ് ചെയ്തതായിട്ട്, ആക്ഷേപിച്ചതായിട്ട് ധാരാളം വന്നിട്ടുണ്ട്. എന്നിട്ട് ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറയാണ്, വയുശ്രികു ബിഹി, അങ്ങനെ അള്ളാഹുവിൽ അവൻ പങ്കു ചേർക്കുന്നു എന്ന്. ഖാല ബഅദു സലഫി ഹുവ, ചില സലഫുകളിൽ മുൻഗാമികളിൽ ചിലർ പറയുകയുണ്ടായി, ഹുവ തഖൗലിഹിം കാനത്ത് റീഹു ത്വയ്യിബതൻ വൽ മല്ലാഹു ഹാദിഖൻ. ഏതുപോലെയാണ്? ചില ആളുകൾ പറയും കപ്പലിലൊക്കെ യാത്ര പോകുമ്പോൾ
നല്ല രീതിയിൽ ആ യാത്ര പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾ പറയും അർരീഹു ത്വയ്യിബത്തൻ, നല്ല കാറ്റും, അന്ന് പായക്കപ്പൽ പോലെയുള്ളതല്ലോ, അപ്പൊ നല്ല കാറ്റും, വൽ മല്ലാഹു ഹാദിഖൻ, മല്ലാഹ് എന്ന് പറഞ്ഞാൽ കപ്പിത്താൻ ഹാദിഖായിരുന്നു, അഥവാ നല്ല കഴിവുള്ള പ്രാവീണ്യമുള്ള എക്സ്പേർട്ട് ആയിരുന്നു, അതുകൊണ്ടാണ് നമുക്ക് നല്ല രീതിയിൽ പോരാൻ പറ്റിയത്. നല്ല സൗകര്യമുള്ള കാറ്റും കപ്പിത്താൻ നല്ല കഴിവുള്ള ആളായതുകൊണ്ടാണ് നമുക്ക് നേരാവണ്ണം പോകാൻ പറ്റിയത് എന്ന ആളുകൾ പറയുന്നതൊക്കെ ഇതിൽപ്പെട്ടതാണ്, നിഅമത്തിന് കാണിക്കുന്ന കുഫറിൽപ്പെട്ടതാണ്. വനഹ്വി ദാലിക മിമ്മാ ഹുവ ജാരിൻ അലാ അൽസിനതി കസീരിൻ, എന്നിട്ട് പറയാണ് ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ ആളുകളുടെ നാവിൽ വന്നുകൊണ്ടേയിരിക്കുമെന്ന്. അതായത് നിഅമത്തുകൾ അള്ളാഹുലേക്ക് ചേർത്ത് പറഞ്ഞു പഠിക്കണം. നമുക്ക് തീരെ പരിചയമില്ലാത്തൊരു കാര്യമാണ്. പിന്നെയും അറബികളിൽ വലിയ ദീനില്ലാത്ത ആളുകളിൽ പോലും അവരെ സംസാരത്തിൽ ആ രീതി കാണാം. അറബികൾക്കിടയിൽ പിന്നെ ആളുകൾക്കിടയിൽ ചിലപ്പോൾ കാര്യമായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവും. പ്രത്യേകിച്ച് തൗഹീദുള്ള നാടുകളിൽ ആളുകൾ പിന്നെ ധാരാളമായി അള്ളാഹുലേക്ക് ചേർത്തി പല രീതിയിലൊക്കെ കണ്ടിട്ടുണ്ട്. വലിയ ദീനുള്ള ആൾക്കൊണ്ടാണില്ല, പക്ഷെ ആ ഒരു രീതി ഉണ്ട് അവർക്ക്. അപ്പൊ അനുഗ്രഹങ്ങളെ അള്ളാഹുലേക്ക് ചേർത്തി പറയുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവണം. അത് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. അത് നമുക്ക് ഭക്ഷണം നൽകുന്നത് അള്ളാഹു ആണ്, നമുക്ക് വെള്ളം നൽകുന്ന അള്ളാഹു ആണ്, വസ്ത്രം നൽകുന്ന അള്ളാഹു ആണ്. ആ കുട്ടികൾ ആരാ നൽകിയത്? അള്ളാഹു ആണ് നൽകിയത്. അങ്ങനെ തന്നെ പറഞ്ഞു പഠിപ്പിക്കണം. നമ്മൾ പൈസ കൊടുത്തിട്ട് വാപ്പ് വാങ്ങിക്കൊണ്ടുവന്നു, ഉമ്മ വാങ്ങിക്കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഇതായിക്കൊന്നു, ആ രീതിയേക്കാൾ അള്ളാഹു നൽകിയതാണ് എന്ന നിലക്ക് വേറൊന്നും പറയണ്ട. ഇടയിലുള്ള സബബുകളൊക്കെ അവിടെ ഇരുന്നോട്ടെ. അത് സബബ് പ്രത്യേകിച്ച് ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരാൾക്ക് ഭക്ഷണം കിട്ടാൻ സാധനങ്ങൾ കൃഷി ചെയ്തു ഉണ്ടായി, അത് കടയിൽ വന്ന് അത് വാങ്ങാൻ ജോലി ചെയ്ത് ഉണ്ടാക്കി ആ പണം കൊടുത്ത് വാങ്ങി ഇത് അങ്ങനെ ഉണ്ടാക്കിയത് ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതൊരാൾക്ക് അവന്റെ അനുഭവത്താൽ ബോധ്യപ്പെടുന്ന കാര്യമാണ്. പക്ഷേ കാരണങ്ങൾക്കപ്പുറത്ത് കാര്യത്തിൽ ഇടപെടുന്ന അള്ളാഹുവിനെ ചെറുപ്പത്തിലെ പറഞ്ഞു കൊടുക്കേണ്ട വേണം. ആ രീതിയിൽ നമ്മൾ അങ്ങനെ രീതി വളരാൻ ചിലപ്പോൾ സാധിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മുടെ മക്കളെ അങ്ങനെ വളർത്തിക്കൊണ്ടുവരണം. നമ്മുടെ സംസാരത്തിലും കാര്യങ്ങൾ അള്ളാഹുലേക്ക് ചേർത്തിക്കൊണ്ട് പറയാൻ പഠിക്കണം. സബുകളെ നിഷേധിക്കണം എന്നല്ല ഇതിന്റെ അർത്ഥം, സബുകളെ ഒഴിവാക്കണം എന്നല്ല ഇതിന്റെ അർത്ഥം. പക്ഷേ നിഅമത്തുകളെ, അനുഗ്രഹങ്ങളെ അള്ളാഹുലേക്ക് ചേർത്തിക്കൊണ്ട് പറയാൻ നമ്മൾ ശ്രമിക്കണം, അല്ലെങ്കിൽ ശീലിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഇതിന്റെ ഷർഹ്, അതിനെതിരായി പറയുന്ന ഗൗരവം എന്ന് പറഞ്ഞത് ഇത് ഒരു ഉദാഹരണം പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കിയാൽ മതി. കപ്പൽ നല്ല രീതിയിൽ പോകാനുള്ള കാരണം നല്ല കാറ്റും കപ്പിത്താൻ നല്ല കഴിവുള്ള ആളായതുകൊണ്ടാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് ആ ഇനത്തിൽ പെട്ടു, കുഫ്ർ, നിഅമത്തിന് കുഫ്ർ കാണിക്കുന്നതിൽ പെട്ടു എന്ന് സലഫുകൾ പറയാറുണ്ടായിരുന്നു. ഇനി ഇതിന്റെ ഷർഹ് കൂടി വായിക്കാം. ഇമാം സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ഖൗലുസ് സദീദ് എന്നുള്ള കിതാബിൽ പറയുന്നു, ബാബു ഖൗലില്ലാഹി തആല യഅരിഫൂന നിഅമത്തല്ലാഹി തുമ്മ യുൻകിറൂനഹാ. ഈ ആയത്തിനെ പറ്റിയിട്ടുള്ള ബാബിൽ അൽ വാജിബു അലൽ ഖൽഖി ഇവാഫത്തു നിഅമി ഇലല്ലാഹി ഖൗലൻ വഇതിറാഫൻ കമാ തഖദ്ദം. ഒരു സൃഷ്ടിയുടെ മേലെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അവന് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ അള്ളാഹുലേക്ക് ചേർത്തി പറയുക എന്നുള്ളത്. അത് സംസാരത്തിലാവട്ടെ അംഗീകരിച്ചുകൊണ്ടാവട്ടെ, അവന്റെ ഖൽബിൽ അംഗീകരിച്ചുകൊണ്ടാവട്ടെ അവൻ അള്ളാഹുലേക്ക് ചേർത്തി പറയണം. وبذلك يتم التوحيد فمن أنكر نعم الله بقلبه ولسانه فذلك كافر ليس معه من الدين شيء وبذلك يتم التوحيد. അങ്ങനെയാണ് തൗഹീദ് പൂർത്തിയാവുള്ളൂ. തൗഹീദ് പൂർത്തിയാകുന്ന കാര്യം പറയുന്നത്, അങ്ങനെ തൗഹീദ് പൂർത്തിയാവുള്ളൂ. ഫമൻ അൻകറ നിഅമല്ലാഹി ബിഖൽബിഹി വലിസാനിഹി, ആരെങ്കിലും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അവന്റെ ഖൽബ് കൊണ്ടും നാവ് കൊണ്ടും നിഷേധിക്കുകയാണെങ്കിൽ ഫദാലിക കാഫിറുൻ, അവൻ കാഫിറാണ്. ലൈസ മഅഹു മിനദ്ദീനി ഷൈഉൻ, ദീനിൽ നിന്ന് ഒന്നും തന്നെ അവനില്ല. വമൻ അഖറ ബിഖൽബിഹി, ഇനി ഒരുത്തൻ ഖൽബിൽ അവൻ ഉറപ്പിക്കുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട് അള്ളാഹുവിൽ നിന്നാണ്, അന്ന നിഅമ കുല്ലഹാ മിനല്ലാഹി വഹ്ദ, അവൻ ലഭിച്ച അനുഗ്രഹമൊക്കെ അള്ളാഹുവിൽ നിന്നാണ്, ഖൽബിൽ അവൻ ഉറപ്പിക്കുന്നുണ്ട്. വഹുവ ബിലിസാനിഹി താറതൻ യുളീഫുഹാ ഇലല്ലാഹ്, ചില സമയത്ത് അവൻ പറയുമ്പോൾ അള്ളാഹുവിലേക്ക് ചേർത്തി പറയും. വതാറതൻ യുളീഫുഹാ ഇലാ നഫ്സിഹി, ചില സമയത്ത് അവൻ അവന്റെ സ്വന്തത്തിലേക്ക് ചേർത്തി പറയും. വഅമലിഹി, അല്ലെങ്കിൽ അവൻ പണിയെടുത്തുകൊണ്ടാണ് എന്ന നിലയ്ക്ക് ചേർത്തി പറയും. വഇലാ സഇ ഗൈരിഹി, അല്ലെങ്കിൽ മറ്റൊരാളുടെ പരിശ്രമം കൊണ്ടാണ് എന്ന നിലക്കൊക്കെ പറയും. അതായത് ഒരു അനുഗ്രഹത്തെ ചില സമയത്ത് അവൻ ഖൽബിൽ അള്ളാഹുവിൽ നിന്നാണ് ഉറപ്പിച്ചിട്ടുണ്ട്, ചില സമയത്ത് അള്ളാഹ് എന്താന്ന് പറയും, ചില സമയത്ത് ഞാൻ പണിയെടുത്ത് ഉണ്ടാക്കിയതാ പറയും, ചില സമയത്ത് ഇത് ഇട്ട് കിട്ടിയതാന്ന് പറയും, ചില സമയത്ത് അവന്റെ പരിശ്രമം മൂലം വേറെ ആളിലേക്ക് ചേർത്തി പറയും. കമാ ഹുവ ജാരിൻ അലാ അൽസിനതി കസീറുൻ മിനൻ നാസ്, അൽസിനതി കസീറിൻ മിനൻ നാസ്, അധിക ജനങ്ങളുടെയും നാവിലൂടെ വന്നിട്ടുള്ളത് പോലെ.
فهذا يجب على العبد أن يتوب منه. ഒരടിമയുടെ മേലെ നിർബന്ധമാണ് ഇങ്ങനെയുള്ള സംസാരത്തിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങുക എന്നുള്ളത്, അല്ലെങ്കിൽ അത് നിർത്തിയിട്ട് അള്ളാഹുലേക്ക് ചേർത്തി പറയുക എന്നത്. وألا يضيف النعم إلا إلى موليها وأن يجاهد نفسه على ذلك. അവന് ലഭിച്ച നിഅമത്തുകൾ അതിന്റെ യജമാനിലേക്ക് ചേർത്തിക്കൊണ്ട് മാത്രം പറഞ്ഞുകൊണ്ട് ചേർക്കേണ്ടതാണ്. അതുപോലെ തന്നെ അങ്ങനെ ചെയ്യാൻ അവന്റെ സ്വന്തത്തെ പരിശീലിപ്പിക്കേണ്ടതാണ്, സ്വന്തത്തിനോട് ജിഹാദ് ചെയ്യേണ്ടതാണ്. വലാ യതഹഖഖുൽ ഈമാൻ വത്തൗഹീദ ഇല്ലാ ബിഇളാഫത്തി നിഅമി ഇലല്ലാഹി ഖൗലൻ വഇതിറാഫൻ. ഒരാൾക്കും അവന്റെ ഈമാൻ തഹ്ഖീഖ് ചെയ്യാൻ സാധിക്കുകയില്ല അവന് ലഭിച്ച അനുഗ്രഹങ്ങൾ അവന്റെ നാവ് കൊണ്ടും സംസാരം കൊണ്ടും കൽബ് കൊണ്ടൊക്കെ അള്ളാഹുവിലേക്ക് മാത്രം ചേർത്തി പറയാതെ. ഫൈന ശുക്റല്ലദീ ഹുവ റഅ്സുൽ ഈമാൻ. ശുക്ർ എന്നുള്ളത്, നന്ദി എന്നുള്ളത് ഈമാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മബ്നിയുൻ അലാ സലാസതി അർക്കാനിൻ. 3 റുക്നുകളുടെ മേലെയാണ് നിലകൊള്ളുന്നത്. ഒന്ന് ഇഅ്തിറാഫുൽ ഖൽബി ബിനിഅമില്ലാഹി കുല്ലിഹാ അലൈഹി വഅലാ ഗൈരിഹി. അവന് ലഭിച്ച അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ലഭിച്ച നിഅമത്തുകളെല്ലാം അള്ളാഹുവിൽ നിന്നാണ് എന്ന് ഖൽബ് കൊണ്ട് അംഗീകരിക്കൽ. രണ്ടാമത്തേത് വത്തഹദ്ദുസു ബിഹാ വസ്സനാഉ അലല്ലാഹി ബിഹാ. അത് നാവ് കൊണ്ട് പറയുക, അതിന്റെ മേലിൽ അള്ളാഹുവിനെ പ്രശംസിക്കുക, അള്ളാഹുവിനെ സ്തുതിക്കുക. മൂന്നാമത്തേത് വലിസ്തിആനതു ബിഹാ അലാ ത്വാഅത്തിൽ മുൻഇമി വഇബാദതിഹി. ആരാണോ നിഅമത്ത് നൽകിയത് അവനെ അനുസരിക്കാൻ വേണ്ടി, ആ നിഅമത്തുകൾ കൊണ്ട് അവനെ ആരാധിക്കാൻ വേണ്ടി, ആ നിഅമത്തുകൾ കൊണ്ട്, ആ നിഅമത്തുകളുടെ സഹായം കൊണ്ട് അവനെ ആരാധിക്കുകയും അവനെ അനുസരിക്കുകയും ചെയ്യുക. ഈ 3 അർക്കാനുകൾ ശുക്രിന്റെ റുക്നുകളാണ്. ഒന്നെന്താണ് പറഞ്ഞത്? ഖൽബ് കൊണ്ടുള്ള അംഗീകരണം, 2 നാവ് കൊണ്ട് പറയൽ, 3 ആ അനുഗ്രഹങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുക. ഇത് ശുക്രിന്റെ 3 അർക്കാനുകളാണ്. അപ്പോൾ ഒരാൾ ഖൽബ് കൊണ്ട് അംഗീകരിച്ചാലും നാവ് കൊണ്ട് അവൻ വേറൊരാളേക്ക് ചേർത്തി പറഞ്ഞാൽ തന്നെ അവൻ തൗബ ചെയ്ത് മടങ്ങേണ്ട ഒരു കാര്യമാണ്. ഖൽബ് കൊണ്ട് അംഗീകരിക്കുന്നില്ല, നാവ് കൊണ്ട് അംഗീകരിക്കാത്ത അവസ്ഥ അത് കുഫ്റുമാണ്. അതുകൊണ്ട് നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട. നമ്മുടെ ഈമാൻ പൂർത്തീകരിക്കണം, സാക്ഷാത്കരിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? അല്ലെങ്കിൽ നമുക്കെന്താ വേറെ പണി? ദുനിയാവിൽ നമുക്ക് വേറെ എന്താ പണിയുള്ളത്? അള്ളാഹു തആല നമ്മെ ഇവിടെ സൃഷ്ടിച്ചത് അതിനു വേണ്ടിയിട്ടാണ്, നമുക്കത് പൂർത്തീകരിച്ച് കാണിച്ചു കൊടുക്കാനാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ അള്ളാഹു ഏറ്റെടുത്തിട്ടുള്ളതാണ്. അതിനുവേണ്ടി അതൊക്കെ എന്താണ്? ഈ ഈമാന്റെ പൂർത്തീകരണത്തിന്റെ ഭാഗമാണ്. ശരിക്ക് നമ്മള് ദീനിനെ മനസ്സിലാക്കുമ്പോ ഇപ്പൊ പറഞ്ഞില്ലേ, ഒരു ഭാര്യയുടെ വായിലേക്ക് ഒരു ഉരുള ഭക്ഷണം വെച്ചു കൊടുക്കുന്നത് എന്താണ്? അത് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. നമ്മുടെ ആഗ്രഹം നമ്മുടെ ഇണയിൽ തീർക്കുന്നത് അള്ളാഹുവിന് പ്രതിഫലം കിട്ടുന്നതാണ്. പക്ഷെ നമ്മൾ നമുക്ക് ഭക്ഷണം കഴിക്കുന്നത്, നമ്മുടെ ഈ ശരീരത്തിന് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് ഇബാദത്താണ്. അത് ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റം കിട്ടും. നമ്മൾ വിചാരിക്കും ഇന്ന ശരീരമല്ലേ, ഞാൻ ഭക്ഷണം കൊടുക്കുന്നില്ല, ഞാൻ ഒന്നും ചെയ്യുന്നില്ല, അതിന് അർഹമായ രീതിയിൽ, ആവശ്യമായ രീതിയിൽ, അഥവാ അതിന് ഇബാദത്തും മറ്റും ചെയ്യാനുള്ള ത്വാഖത്തായിട്ടുള്ള ആവശ്യമായ രീതിയിൽ അവനത് കൊടുക്കുന്നില്ല എന്ന നിലയ്ക്ക് ഒരാൾ വാശി പിടിക്കുക, എന്റെ ശരീരമായിട്ട് വാശി പിടിച്ചാലോ? അത് ശരിയല്ല, അത് കുറ്റം കിട്ടുന്ന കാര്യമാണ്. അപ്പൊ ഇതൊക്കെ ഇബാദത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഈമാൻ തഹ്ഖീഖ് ചെയ്യണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അള്ളാഹുമായി ഖൽബിനെ തഅല്ലുഖാവുമ്പോഴാണ് തൗഹീദ് പൂർത്തീകരിക്കാനും ഈമാൻ സാക്ഷാത്കരിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അതൊരു ലക്ഷ്യമാക്കി വെച്ചാൽ മാത്രമേ ഈ കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളൊരു കാര്യമാണ് എന്ന നിലക്ക് നമുക്കത് പ്രാവർത്തികമായി കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇമാം സഅദി അവസാനം അല്ലാഹു അലം എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്.